ആത്മാവിന്റെ അഭിഷേകത്തിനായി നമുക്ക് കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടി സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, അഭിഷേകം ചെയ്യണമേ, സമൂഹത്തെ അഭിഷേകം ചെയ്യണമേ, പുതുജീവൻ നൽകുന്ന പരിശുദ്ധാത്മാവെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ സ്തുതി. കണ്ണുകളടച്ച് നമ്മുടെ ഹൃദയം ഈശോയ്ക്ക് കൊടുക്കാം. ഈ മണിക്കൂറിൽ എൻ്റെ ഹൃദയം മുഴുവൻ ഈശോയുടെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിറഞ്ഞു നിൽക്കട്ടെ. എൻ്റെ ചിന്തയും എൻ്റെ ബുദ്ധിയും എൻ്റെ മനസ്സും ശരീരവും മുഴുവൻ പരിപൂർണമായും ഈശോയുടേതായി തീരട്ടെ. എല്ലാ മാലിന്യങ്ങളും എന്നിൽ നിന്നും പൂർണ്ണമായും നിഷ്കാസനമാകട്ടെ. യേശുവേ, എന്നെ നിറയണമേ. സങ്കീർത്തനം 34 നമ്മൾ വായിക്കും. അവനെ നോക്കിയവർ പ്രകാശിതരായി. എൻ്റെ ഹൃദയത്തിൽ വസിക്കുന്ന എൻ്റെ ഈശോയെ എനിക്കൊന്ന് കാണണം. അവനെ നോക്കിയവർ പ്രകാശിതരായെങ്കിൽ, ഈശോയെ ഞാൻ പ്രകാശിക്കേണ്ടവനാണ്. ഞാൻ പ്രകാശിക്കണമെങ്കിൽ ഞാൻ അവിടുത്തെ നോക്കണം, ഞാൻ അവിടുത്തെ കാണണം. ഈശോയെ, എനിക്ക് അവിടുത്തെ കാണാൻ പറ്റുന്നില്ല. ഈശോയെ, എനിക്ക് അവിടുത്തെ കാണാൻ സാധിക്കുന്നില്ല. എൻ്റെ പാപമാകുന്ന അന്ധകാരം എന്നെ മൂടിയിരിക്കുന്നു, എൻ്റെ കണ്ണുകളെ മൂടിയിരിക്കുന്നു, എൻ്റെ വിശ്വാസത്തിൻ്റെ കണ്ണുകളെ മൂടിയിരിക്കുന്നു. കാഴ്ച മങ്ങിപ്പോയിരിക്കുന്നു. ഈശോയെ, തുറക്കണമേ. നിന്നെ ഒന്ന് കാണാൻ, നിന്നെ ഒന്ന് നോക്കാൻ. സക്കേവൂസിനെ പോലെ സിക്കമോർ മരത്തിൻ്റെ കൊമ്പിൽ അവിടെ ഇരുന്നു കൊണ്ട് കർത്താവിനെ ഒന്ന് കാണാൻ ആഗ്രഹിച്ച സക്കേവൂസിനെ പോലെ ഈശോയെ, ജീവിതമാകുന്ന ഈ മരത്തിൽ ഞാനും കയറിയിരിക്കുക. എൻ്റെ ഗുരുവിനെ, എൻ്റെ ജീവൻ്റെ ജീവനായ യേശുവിനെ ഒന്ന് കാണാൻ, എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായ എൻ്റെ ഈശോയെ ഒന്ന് കാണാൻ, അവൻ്റെ സാന്നിധ്യം കൊണ്ട് നിറയപ്പെടുവാൻ ഞാൻ ആഗ്രഹിക്കുക. ഈശോയെ, അവിടുത്തെ ആത്മാവിനെ കൊണ്ട് എന്നെ നിറയ്ക്കണമേ. അവിടുത്തെ സ്വർഗീയമായ അഭിഷേകം എന്നിലേക്ക് ഇപ്പോൾ ഒഴുക്കണമേ. ഈശോയെ, അവിടുന്ന് എനിക്ക് വേണ്ടി കുരിശിൽ ചിന്തിയ രക്തം എൻ്റെ ആത്മാവിൽ മുഴുവൻ നിറഞ്ഞൊഴുകട്ടെ. എൻ്റെ ഹൃദയവും മനസ്സും ആത്മാവും മുഴുവൻ, എൻ്റെ ശരീരം മുഴുവൻ ഈശോയെ, ഉച്ച മുതൽ ഉള്ളങ്കാല് വരെ കർത്താവേ, നിന്റെ തിരുരക്തം കൊണ്ട് എന്നെ കഴുകി വിശുദ്ധീകരിക്കണമേ. അവിടുത്തെ രക്തം എല്ലാ പാപങ്ങളും കഴുകി വെടിപ്പാക്കുന്നു. യോഹന്നാൻ തൻ്റെ ലേഖനത്തിൽ എഴുതി വച്ചിരിക്കുന്നു. അവിടുത്തെ തിരുരക്തമാണ് എന്നെ കഴുകി വെടിപ്പാക്കി അവിടുത്തേക്ക് പൂർണ്ണമായും എന്നെ സ്വന്തമാക്കി തീർക്കുന്നത്. പൗലോസ് പറഞ്ഞു, അവിടുന്ന് എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു, പക്ഷേ ഞാൻ അവിടുത്തെ പൂർണ്ണമായി സ്വന്തമാക്കിയെന്ന് കരുതുന്നില്ല. ഈശോയെ, അവിടുന്ന് എന്നെ സ്വന്തമാക്കിയതാ, പക്ഷേ ഞാൻ അവിടുത്തെ സ്വന്തമാക്കിയില്ല. എൻ്റെ യേശുവെ, അവിടുത്തെ ഇന്ന് സ്വന്തമാക്കുവാൻ, അവിടുത്തെ പൂർണ്ണമായും എൻ്റേതാക്കി തീർക്കുവാൻ എൻ്റെ ഹൃദയത്തെ, എൻ്റെ ജീവിതത്തെ പരിപൂർണമായും പരിശുദ്ധ അമ്മ സമർപ്പിച്ചതുപോലെ ഇതാ കർത്താവിൻ്റെ ദാസി, ദാസൻ എന്ന് പറഞ്ഞുകൊണ്ട് പൂർണ്ണമായും സമർപ്പിക്കുവാൻ കർത്താവേ, എന്നെ ഈ സമയം അഭിഷേകം ചെയ്യണമേ. അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ, സഹായകനായ പരിശുദ്ധാത്മാവിനാൽ, ആ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി അഭിഷേകത്താൽ എന്നെ ഈ സമയം അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതെല്ലാം നവമായി സൃഷ്ടിക്കുന്ന, എല്ലാം പുതുതാക്കുന്ന, എന്നെ പുത്തൻ മനുഷ്യനാക്കി മാറ്റുന്ന പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഈ സമൂഹത്തിലേക്ക് ഇപ്പോൾ വർഷിക്കപ്പെടട്ടെ. പരിശുദ്ധാത്മാവിനെ കൊണ്ട് പൂർണ്ണമായും നിറയപ്പെടട്ടെ. പരിശുദ്ധാത്മ നിറഞ്ഞതുപോലെ, അപ്പോസ്തലന്മാർ നിറഞ്ഞതുപോലെ അവിടുത്തെ അഭിഷേകം ഈ സമൂഹത്തിൽ പരിപൂർണമായി നിറയപ്പെടട്ടെ. നമ്മുടെ കുടുംബങ്ങളിലും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം സമൃദ്ധമായി വർഷിക്കപ്പെടട്ടെ. ആ പരിശുദ്ധാത്മാവ് നമ്മളെല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും. പിതാവായ ദൈവത്തിന്റെ എല്ലാ ഹൃദയ രഹസ്യങ്ങളും, നമ്മളെക്കുറിച്ചുള്ള, നമ്മുടെ കുടുംബത്തെക്കുറിച്ചുള്ള എല്ലാ രഹസ്യങ്ങളും, നിഗൂഢമായിരിക്കുന്ന എല്ലാ കാര്യങ്ങളും എല്ലാം നമുക്ക് വെളിപ്പെടുത്തി തരുന്ന പരിശുദ്ധാത്മാവ്, വരദാന ഫലങ്ങളാൽ നമ്മളെ നിറയ്ക്കുന്ന പരിശുദ്ധാത്മാവ്, ആ ആത്മാവിന് എനിക്ക് വേണം. എന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി പരിപൂർണമായി നിറവേറ്റപ്പെടുവാൻ, അത് എനിക്ക് വ്യക്തമാക്കി കിട്ടുവാൻ പരിശുദ്ധാത്മാവെ
അവിടുത്തെ അഭിഷേകത്താൽ എന്നെ ഇപ്പോൾ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനോട് ചേർന്ന് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഗാനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. കരങ്ങളടിച്ച് എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുന്നു.
യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. എല്ലാവരും ശാന്തമായിരിക്കും. വിശുദ്ധ യോഹന്നാൻ എഴുതിയ ലേഖനം, 1-ാം ലേഖനത്തിൻ്റെ 1-ാം വാക്യം. ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ച് വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെപ്പറ്റി ഞങ്ങൾ അറിയിക്കുന്നു. ജീവൻ വെളിപ്പെട്ടു, ഞങ്ങളത് കണ്ടു, അതിന് സാക്ഷ്യം നൽകുകയും ചെയ്യുന്നു. പിതാവിനോടുകൂടെ ആയിരുന്നതും ഞങ്ങൾക്ക് വെളിപ്പെട്ടതുമായ നിത്യജീവൻ ഞങ്ങൾ നിങ്ങളോട് പ്രഘോഷിക്കുന്നു. ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തത് നിങ്ങളെയും ഞങ്ങൾ അറിയിക്കുന്നു. ഞങ്ങളുമായി നിങ്ങൾക്കും കൂട്ടായ്മ ഉണ്ടാകേണ്ടതിനാണ് ഞങ്ങളിത് പ്രഘോഷിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തെ കണ്ടവരുണ്ടോ എന്ന് ചോദിച്ചാൽ ഒത്തിരി പേര് പറയും ഞങ്ങൾ കണ്ടവരുണ്ട്, ഞങ്ങൾ ദൈവത്തെ കണ്ടിട്ടുണ്ട്. ശരിയാണ്, ദൈവത്തെ പലരും കണ്ടിട്ടുണ്ട്. അൾത്താരയിൽ കർത്താവിൻ്റെ സാന്നിധ്യം, വിശുദ്ധ കുർബാനയിൽ കർത്താവിൻ്റെ സാന്നിധ്യം കണ്ടവരുണ്ട്. നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുന്നത് പോലെ കണ്ടവരുണ്ട്. അത് വലിയൊരു കൃപയാണ്, കർത്താവിനെ കാണാനായിട്ട് സാധിക്കുക. എന്നാൽ തോമാസ് ലീഹായോട് ഈശോ പറഞ്ഞു, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. നീ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, എന്നാൽ കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്നാണ് ഈശോ പറഞ്ഞത്. സ്ലീഹന്മാര് എല്ലാവരും തന്നെ ഈശോയെ കണ്ടവരാണ്. തങ്ങളുടെ ആ അനുഭവം, തങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ട യേശുവിനെ, കാതുകൊണ്ട് കേട്ട യേശുവിനെ, ആ യേശുവിനെ കുറിച്ചാണ്, ആ ജീവന്റെ വചനത്തെ കുറിച്ചാണ് ഞങ്ങൾ പറയുന്നത് എന്ന് യോഹന്നാൻ തന്റെ ലേഖനത്തിലൂടെ തന്റെ സമൂഹത്തെ അറിയിക്കുകയാണ്. ഞങ്ങൾ വെറുതെ പൊളിവാക്ക് പറയുന്നതല്ല, ഞങ്ങൾ കണ്ടതാണ്, ഞങ്ങൾ നഗ്നനേത്രങ്ങൾ കണ്ടതാണ്, അനുഭവിച്ചതാണ്, തൊട്ടതാണ്. ഇതെല്ലാം യോഹന്നാൻ പറയുന്നുണ്ട്. എന്നിട്ട് യോഹന്നാൻ പറയുകയാണ്, ഞങ്ങൾ കണ്ടത് ആരെയാണ്? ജീവന്റെ വചനത്തെയാണ് ഞങ്ങൾ കണ്ടത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങൾ കണ്ടത് വെറും യേശുവിനെയല്ല, ജീവന്റെ വചനത്തെയാണ് ഞങ്ങൾ കണ്ടത്. ജീവന്റെ വചനത്തെ. ഇന്ന് രാവിലെ എനിക്ക് എന്റെ മൊബൈലിൽ ഒരു മെസ്സേജ് വന്നു. That is not the body of Christ. That is not the blood of Christ. That is Christ himself. എന്നാണ് ആ മെസ്സേജ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ that is not the body of Christ. That is not the blood of Christ. അത് കർത്താവിന്റെ ശരീരമല്ല. വിശുദ്ധ കുർബാനയെ നോക്കിയിട്ട് പറയുകയാണ്, അത് കർത്താവിന്റെ ശരീരമല്ല, അത് കർത്താവിന്റെ രക്തമല്ല, പക്ഷേ അത് കർത്താവ് തന്നെയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇത് വിശുദ്ധ തോമസ് അക്വീനാസിന്റെ വാക്കുകളാണ്. ഞാൻ കണ്ടത് കർത്താവിനെ തന്നെയാണ്. അവന്റെ ശരീരത്തെയല്ല കണ്ടത്, അവന്റെ രക്തത്തെയല്ല കണ്ടത്, മറിച്ച് ഞാൻ കണ്ടത് കർത്താവിനെ തന്നെയാണ്. ഇറ്റലിയില് ദിവികാരുണ്യ അത്ഭുതം, കാസയില് യേശുവിന്റെ രക്തവും ശരീരവും ഇന്നും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. തോമസ് അക്വീനാസിനോട് ചിലരൊന്ന് പറഞ്ഞു, ഇത് അവിടെ
ഇങ്ങനെ വലിയൊരു മഹാത്ഭുതം നടന്നിരിക്കുന്നു. അക്വിനാസ് പറഞ്ഞു, ഞാൻ പോയി കാണുന്നില്ല, എനിക്കത് കാണേണ്ട കാര്യമില്ല, കാരണം ഞാൻ അത് തന്നെയാണ് വിശ്വസിക്കുന്നത്. അത് എനിക്ക് എന്റെ രണ്ട് നേത്രങ്ങൾ കൊണ്ട് കണ്ട് വിശ്വസിക്കേണ്ട ഒരു കാര്യമില്ല. അങ്ങനെ ഒരു കാര്യമല്ലത്. കാരണം അത് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് ഉറപ്പായ വിശ്വാസമാണ് അത് എന്റെ യേശു തന്നെയാണ് എന്ന് എനിക്ക് ഉറപ്പായ വിശ്വാസമാണ്. അതുകൊണ്ട് ഞാൻ അത് പോയി കാണേണ്ട കാര്യമില്ല. കണ്ണുകൾ കൊണ്ട് കണ്ടാൽ തൃപ്തി വരുന്നതല്ല വിശ്വാസം. അതുകൊണ്ട് എന്റെ വിശ്വാസം പൂർണ്ണമാവോ? ഇല്ല. ഇന്ന് നമ്മളിവിടെ വരുമ്പോ എന്തെങ്കിലുമൊക്കെ അത്ഭുതങ്ങൾ കാണാം എന്ന് വിചാരിച്ച് വരുന്ന പലരുമുണ്ട്. കുടമാളൂർ വരുമ്പോഴും ആൾക്കാർ പലരും അവിടെ അത്ഭുതങ്ങൾ കണ്ടു. കഴിഞ്ഞിടയ്ക്ക് ഒരു സഹോദരൻ എന്ന് പറഞ്ഞു, ഇന്ന സ്ഥലത്ത് കോട്ടയത്ത് അവിടെ ഒരു കുട്ടിയുടെ സംസാരശേഷി കിട്ടി. ഭയങ്കര അത്ഭുതമാണ്. ആ കുട്ടി സംസാരിച്ച് ഞങ്ങൾ കണ്ടു. ആ കുട്ടി സംസാരിക്കുന്നത് ഞങ്ങൾ കണ്ടു. സംസാരിക്കാത്ത കുട്ടിയായിരുന്നു ഞങ്ങൾ കണ്ടു. പക്ഷേ ഇത് കണ്ടതിന്റെ പേരിൽ നിന്റെ വിശ്വാസത്തിന്റെ ആഴം വർദ്ധിച്ചോ? നീ യേശുവിനെ കണ്ടോ? അതോ നിന്റെ കാഴ്ചയിൽ മാത്രമാണോ നിന്റെ വിശ്വാസം? അവിടെ യോഹന്നാൻ പറഞ്ഞത്, ഞങ്ങൾ കണ്ടത് യേശുവിനെ ആണെങ്കിൽ അതിന്റെ അപ്പുറത്തുള്ള ഒരു യേശുവിനെ ഞങ്ങൾ കണ്ടു. എന്താണ് ആ യേശു? ജീവന്റെ വചനമാണ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തപ്പെട്ടത്. പിതാവിനോട് കൂടെയായിരുന്ന യേശുവിനെ, ജീവന്റെ വചനത്തെ ആദ്യം മുതൽ ഉണ്ടായിരുന്ന ജീവന്റെ വചനമായതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളോട് അവനെ കുറിച്ച് ഇപ്പോൾ പറയുന്നത്, പ്രസംഗിക്കുന്നത്, പ്രഘോഷിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വെറും യേശു ആയതുകൊണ്ടല്ല, അവനെ ഞങ്ങൾക്ക് വിശ്വാസത്തിന്റെ കണ്ണിലൂടെ കാണാൻ സാധിച്ചു. അവൻ യഥാർത്ഥത്തിൽ ദൈവമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നത് കൊണ്ടാണ് അവനെ കുറിച്ച് നിങ്ങളോട് പ്രഘോഷിക്കുന്നത്. പത്രോസും യാക്കോബും യോഹന്നാനും ഇവരെ മൂന്നുപേരെയും വിളിച്ചുകൊണ്ട് ഈശോ മലയിലേക്ക് കയറിയിട്ട് അവിടെ അവർക്ക് രൂപാന്തരപ്പെട്ടു. അപ്പോൾ ഈശോ രൂപാന്തരപ്പെട്ട ആ സമയത്ത് പത്രോസ് പറഞ്ഞു, ഇത് കൊള്ളാലോ, നല്ല രസമുണ്ടല്ലോ. യേശുവിനോട് കൂടെ ഇരിക്കുന്നത്, ഇപ്പോൾ അവനോട് കൂടെ ഇരിക്കാൻ ഭയങ്കരമായ ഒരു സുഖം തോന്നുകയാണ്, വലിയ ആത്മീയ സന്തോഷം തോന്നുകയാണ്. ഇതൊരു സ്വർഗീയ അഭിഷേകമാണ്. ഇത് പത്രോസിന് മനസ്സിലായിട്ട് പത്രോസ് പറഞ്ഞു, നമുക്ക് ഇവിടെ ഇങ്ങോട്ട് കൂടാരം അടിച്ച് ഇവിടെ ഇങ്ങോട്ട് താമസിക്കാം, ഇവിടെ നമുക്ക് പോകേണ്ട കാര്യമില്ല. കാരണം അതാണ്, ചില ദർശനങ്ങൾ കിട്ടുമ്പോൾ വലിയ സുഖം തോന്നും. ഇന്ന് ഒരു സഹോദരൻ രാവിലെ വിളിച്ചിട്ട് പറഞ്ഞു, കുടുംബങ്ങളൊരു വന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയാണ്. ഒരു കള്ളുകുടിയും ഒക്കെ ഉണ്ടായിരുന്നു. ആ കുടുംബത്തിൽ ഒത്തിരി അസ്വസ്ഥത ഉണ്ടായിരുന്നു. മക്കളാണെങ്കിൽ വളരെയധികം അസ്വസ്ഥതയിലായിരുന്നു. പഠനത്തിലൊക്കെ ഒത്തിരി പുറകോട്ട് പോയി. കുടുംബത്തിൽ ഒത്തിരി ബാധ്യതകൾ വരാൻ തുടങ്ങി. അങ്ങനെ കുടുംബങ്ങളൊരു വന്ന് പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞു. അങ്ങനെ ദൂരെ നിന്നാണ് വരുന്നത്. അങ്ങനെ പ്രാർത്ഥിച്ച് നല്ല മാറ്റങ്ങളൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ ജപമാല ചെല്ലുന്ന കാര്യത്തിൽ ഒത്തിരി കുറവുണ്ടായിരുന്നു. അപ്പോൾ ജപമാല ചെല്ലുവാൻ, പ്രത്യേകിച്ച് ഈ ജപമാല മാസത്തിൽ ജപമാല ചെല്ലുവാൻ പ്രത്യേകമായിട്ട് തീരുമാനിച്ചു. മാതാവിന്റെ ഒരു നല്ല രൂപം വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ടുവച്ചു. എന്നിട്ട് തിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോഴത്തേക്ക് അവിടെ ഉണ്ടായിരുന്ന എന്താണ് അയൽക്കൂട്ടക്കാരോ അങ്ങനെ ആരാണ് സ്ത്രീകളുടെ ഒരു സമൂഹം, അവരും വന്ന് ഞങ്ങൾക്കും വന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞിട്ട് അവരിങ്ങോട്ട് തന്നെ വരിക, വന്നിട്ട് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയും അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് അപ്പോൾ അവിടെ ഇടവകയിൽ വികാരിച്ചിനത് അറിയുക. വികാരിച്ചിനും 2 സിസ്റ്റേഴ്സും ഒക്കെ ആയിട്ട് വരുവാണ്. നമുക്കിവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയും എന്താണ് അവരെ പ്രചോദിപ്പിച്ചതെന്ന് അറിഞ്ഞുകൂടാ. ഈ മനുഷ്യൻ വണ്ടടിക്കുകയാണ്. ആ വീട്ടിലേക്ക് ഇവരെല്ലാം വരികയാണ്. നമുക്കിവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാം. അപ്പൊ ഇതിന് തലേ ആഴ്ചയിൽ ഇദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ഒരു സ്വപ്നം ഉണ്ടായി. അത് പ്രകാരമായിരുന്നു. മാതാവ് വെളുത്ത വസ്ത്രമൊക്കെ ഇട്ട്, നീലക്കരയുള്ള വസ്ത്രമൊക്കെ ഇട്ട് ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. വലിയൊരു ജപമാല കൈ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് ഈ സ്ത്രീക്ക് കൊടുക്കുകയാണ്. ഈ സ്ത്രീ രാത്രിയിൽ കിടന്ന് പാട്ട് പാടുകയാണ്. അപ്പോൾ ഭർത്താവ് ഇതിനെ ഇവക്ക് എന്നെ വട്ട് പിടിച്ചു, രാത്രി കിടന്ന് പാട്ട് പാടുന്നു. ഇയാൾ നോക്കി, എണീറ്റ് നോക്കി, ഈ പാട്ടിനകത്ത് എന്തെങ്കിലും പെശ കൊണ്ടോന്ന് നോക്കി. അത് നോക്കുന്നതാണല്ലോ ഇവള് നോർമലാണോ അബ്നോർമലാണോ എന്ന് അറിയുന്നത്. പാട്ടിനകത്ത് പെശ കൊണ്ടോ, ഇത് സ്വപ്നം കാണുന്നതാണോ റിയലായിട്ട് കിടന്ന് വട്ടായിട്ട് പാടുന്നതാണോ എന്ന് സംശയം തീർക്കാൻ വേണ്ടിയിട്ട്
ഇങ്ങനെ എണീറ്റിരിക്കുക, ഇവള് പാടുന്നത് ശരിയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവള് നല്ല മനോഹരമായ പാട്ട് പാടുന്നത്. അപ്പോൾ ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് അറിയണം. റിപ്പീറ്റ് ചെയ്താല് ഇത് ശരിയായിട്ടുള്ള ഇവള് എന്തോ ബോധത്തോടുകൂടിയാണ് എന്ന്, അല്ലെങ്കിൽ സ്വപ്നമാണ് കാണുന്നത്. അപ്പൊ ഇങ്ങനെ ഈ സ്ത്രീ ആ സ്റ്റാൻസ് തന്നെ ഒരു തെറ്റും കൂടെ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. അപ്പൊ ഇയാൾക്ക് ബോധ്യമായി ഇവർക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്, മാനസികമായിട്ടെന്തോ പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ രാത്രി സ്വപ്നം കാണുമ്പോൾ മുറിഞ്ഞു പോകും. അപ്പൊ മാതാവിന്റെ മനോഹരമായ പാട്ടാണ് ഇയാൾക്ക്. അപ്പൊ രാവിലെ എണീറ്റ് ഇയാളൊന്നും ചോദിച്ചില്ല. അപ്പോ ഈ സ്ത്രീ തന്നെ, ഈ ഭാര്യ തന്നെ ഇയാളോട് പറഞ്ഞു, ഞാൻ മനോഹരമായ സ്വപ്നം, ഞാൻ എന്റെ മാതാവിനെ കണ്ടു. മാതാവ് വലിയൊരു ജപമാല, ഈ സ്വർഗത്തോളം ഉയർന്നു നിൽക്കുന്ന, ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന രീതിയിൽ അത്രമാത്രം വലിയൊരു ജപമാല. ആ ജപമാല കാണുമ്പോൾ വലിയ സന്തോഷം തോന്നുകയാണ്, വലിയ ആനന്ദം തോന്നുകയാണ്, അത്രമാത്രം ആകർഷണം തോന്നുകയാണ്. അപ്പോൾ ഈ സ്ത്രീ ഈ മാതാവിനോട് ചോദിക്കുകയാണ്, മാതാവേ, എനിക്ക് ഇതിന്റെ ഒരു കുഞ്ഞ് ജപമാല തരാമോ എന്ന് ചോദിക്കുകയാണ്. എനിക്കിതിന്റെ ഒരു കുഞ്ഞ് ജപമാല. അന്നേരത്തെ മാതാവ് പറഞ്ഞു, നിനക്ക് ഞാനിത് തരാം, നീ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക അതിന്റെ ഭവനത്തിൽ. ഇത്രയും പറഞ്ഞിട്ട് മാതാവ് പറഞ്ഞു പോയി. അപ്പൊ ഈ സ്ത്രീ ഭയങ്കര സന്തോഷമായി. മാതാവ് ജപമാല തരും. പ്രാർത്ഥന എല്ലാം തുടങ്ങിയിട്ടേ ഉള്ളൂ, കിട്ടുകയാണെങ്കിൽ നിങ്ങളോട് പറയാം. അപ്പൊ എന്തായാലും അന്ന് തൊട്ട് മാതാവ് അയച്ചതുപോലെ ആ ഭവനത്തിലേക്ക് ആളുകള് വന്നുകൂടി ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. വികാരിച്ചൻ പറഞ്ഞു, ഒരാഴ്ചത്തേക്ക് പ്രാർത്ഥിക്കാനാണ് ഒരുമിച്ച് കൂടി. പക്ഷെ വികാരിച്ചൻ പറഞ്ഞു, ഈ മാസം മുഴുവൻ എല്ലാ ദിവസവും അവിടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഇത് ആരുടെ നിർദ്ദേശം മൂലമാണ് വികാരിച്ചൻ ഇങ്ങനെ പറഞ്ഞതെന്നും ആർക്കും അറിഞ്ഞുകൂടാ. അതേ തുടർന്ന് ഈ മനുഷ്യന്റെ മക്കളെല്ലാം ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ കുടുംബം മുഴുവൻ പ്രാർത്ഥിക്കണം. ആ കുടുംബത്തിലെ പ്രശ്നങ്ങൾ മുഴുവൻ മാറാൻ തുടങ്ങി. ഒരു ലോൺ അനുവദിക്കാതെ കിടക്കാതെ അനുവദിച്ച് കിട്ടി. ഇങ്ങനെ പല അനുഗ്രഹങ്ങളുമായിട്ട് ഈ മനുഷ്യൻ ഇന്ന് രാവിലെ എന്നെ വിളിച്ചിട്ട് പറയുകയാണ്, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് മാതാവിന്റെ വലിയ അഭിഷേകത്തിന്റെ ആ ഒരു അനുഭവത്തിലാണ് നിൽക്കുന്നത്. ഈ മാസം മുഴുവൻ മാതാവിന് വേണ്ടിയിട്ട് നമ്മള് മാറ്റിവെച്ചിരിക്കുകയാണ്. അമ്മയോടൊത്ത് ചേർന്ന് അമ്മയെ നോക്കിക്കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക. അമ്മയെ നോക്കിക്കൊണ്ട് ഈശോയിലേക്ക് എത്തിച്ചേരുവാനായിട്ട് അമ്മ നമ്മളെ വിളിക്കുകയാണ്. അപ്പോൾ അമ്മയോട് നമുക്ക് ശക്തമായിട്ട് പ്രാർത്ഥിക്കുക. ഇതുപോലുള്ള നല്ല അനുഭവങ്ങൾ, സന്തോഷകരമായ അനുഭവം നമുക്ക് ഉണ്ടാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നപ്പോൾ അമ്മയുടെ ആ വലിയ ആ കാഴ്ചയുടെ വലിയ സന്തോഷം ഈ കുടുംബം അനുഭവിച്ചതിനെ കുറിച്ച് പറയായിരുന്നു. നമുക്ക് സ്വർഗീയ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. അപ്പോഴാണ് നമ്മൾ പറയുന്നത്, നമ്മൾ മാതാവിനെ കണ്ടു, യേശുവിനെ കണ്ടു എന്നൊക്കെ പറയുന്നത്. പത്രോസ് ഇതുപോലെ യേശുവിനെ കണ്ടു. യേശുവിനെ തങ്ങളുടെ കൂടെ അത്രയും നാളും നടന്നായി വെറും ഒരു യേശുവിനെ അല്ല കണ്ടത്, വെറുതെ കൂടെ നടന്ന യേശുവിനെ അല്ല കണ്ടത്, മറിച്ച് യേശുവിന്റെ ഒരു സ്വർഗീയ തേജസ്സോടുകൂടി യേശുവിനെയാണ് പത്രോസ് കാണുന്നത്. അപ്പോഴാണ് പത്രോസ് വലിയൊരു അനുഭവം ഉണ്ടാകുന്നത്, ആനന്ദം ഉണ്ടാകുന്നത്. പത്രോസ് പറയാണ്, നമുക്കിവിടെ ഇരിക്കാം, നമുക്കിവിടെ താമസിക്കാം, 3 കൂടാരങ്ങൾ ഉണ്ടാകാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പത്രോസ് അങ്ങ് ആനന്ദിക്കുകയാണ്. പക്ഷേ അതിനുശേഷം സ്വർഗം തുറന്ന് വലിയൊരു അശരീരി കേൾക്കുകയാണ്. ഇവൻ എന്റെ പ്രിയപുത്രനാണ്, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവനെ നിങ്ങൾ ശ്രവിക്കുവിൻ. സ്വർഗം തുറന്നൊരു ശബ്ദം കേട്ടു. അപ്പോഴാണ് പത്രോസ് യഥാർത്ഥത്തിൽ മനസ്സിലായത്, ഇത് വലിയൊരു സ്വർഗീയ വെളിപ്പെടുത്തലാണ്, ഇത് കർത്താവിന്റെ ഒരു മഹിമയുടെ വെളിപ്പെടുത്തലാണെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ പത്രോസിന് ഇത് സംഭവിച്ചു. അവൻ അവിടെ പേടിച്ചരണ്ട് കമന്നു വീണു. ആ ശിഷ്യന്മാരെല്ലാരും അവിടെ കമന്നു വീണ് ബോധം കെട്ട പോലെയായി. എന്താ സംഭവിച്ചത്? അത്ര നേരവും പത്രോസ് വിചാരിച്ചുകൊണ്ടിരുന്നു, എന്തോ വലിയൊരു കാഴ്ച കാണുകയാണ്, ഇത് വലിയൊരു സന്തോഷവും ആനന്ദവും ഒക്കെയാണ്, ഇവിടെ ഇങ്ങനെ ഇരിക്കാം എന്ന് വിചാരിച്ചു. ഇത് സ്വർഗീയമായ ദർശനമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ സ്വർഗം തുറന്ന് ഈ പുത്രനെ വെളിപ്പെടുത്തുന്ന പിതാവിന്റെ വലിയ സ്നേഹത്തെ കണ്ടപ്പോൾ ആ സ്നേഹത്തിന് മുമ്പില്, അല്ലെങ്കിൽ ആ വെളിപ്പെടുത്തലിന് മുമ്പില് പിടിച്ചു നിൽക്കാനായിട്ട് പത്രോസിനും മറ്റു ശിഷ്യന്മാർക്ക് സാധിച്ചില്ല. അവരവിടെ കമന്ന് വീണു. എന്തുകൊണ്ട് കമന്ന് വീണ് പേടിച്ചു പോയത്? അത് സ്വീകരിക്കാനായിട്ടുള്ള ഉൾക്കാഴ്ച, അത് കാണാനും ഉൾക്കൊള്ളുവാനായിട്ടുള്ള വിശ്വാസത്തിന്റെ ഒരു ആഴം ഈ ശിഷ്യന്മാർക്ക് ഉണ്ടായിരുന്നില്ല. ഈശോ അവരെ തട്ടി വിളിച്ചു, മക്കളെ പേടിക്കൊന്നും വേണ്ട, നീ എണീറ്റ് പോര്, സാറേ എല്ലാം കഴിഞ്ഞു, എണീറ്റ് പോരാൻ പറഞ്ഞു. എന്താണ് ഈ കാഴ്ചകൾ തമ്മിലുള്ള വ്യത്യാസത്തെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞത്. യേശുവിനെ വെറുതെ കണ്ടവരുണ്ട്, നേരിട്ട് വെറുതെ കണ്ടവര്. യേശുവിന്റെ കൂടെ ധാരാളം പേര് ഇങ്ങനെ നടന്നുപോയി. അവരാരും യേശുവിന്റെ തനിസ്വരൂപം കണ്ടോ? യേശുവിന്റെ ആ മഹിമയോടുകൂടിയുള്ള സ്വർഗീയ തേജസ്സോടുകൂടിയുള്ള ആ രൂപം അവർക്കാർക്കും
കാണാനായിട്ട് സാധിച്ചില്ല. എന്നാൽ യഥാർത്ഥത്തിൽ അത് കണ്ടവരാണ്. വിശ്വാസത്തിന്റെ അകക്കണ്ണ് തുറന്നവർക്കാണ് യേശുവിനെ കാണാനായിട്ട് സാധിച്ചത്. ആരൊക്കെയാണ് യേശുവിനെ കണ്ടത്? നമുക്ക് ലൂക്കായുടെ സുവിശേഷത്തില് ഈ കാഴ്ച ആദ്യം കണ്ട ഒരാളെ കുറിച്ച് നമുക്കൊന്ന് കേൾക്കാം. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ ഒരാള് ഈശോയെ, ഉണ്ണിയേശുവിനെ കയ്യിലെടുത്തുകൊണ്ട് ഈ കാഴ്ച കണ്ട് ആനന്ദഭരിതനായ ഒരാളുണ്ട്. ആരാണെന്നറിയാലോ? ആരാണ്? ശിമയോൻ. ശിമയോൻ ഉണ്ണിയേശുവിനെ കയ്യിൽ വഹിച്ചിട്ട് തന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഭാഗ്യമാണെന്ന് വെളിപ്പെടുത്തിയ ആ വലിയ കാഴ്ച. ശിമയോൻ യേശുവിനെ കയ്യിലെടുത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവേ, അവിടുത്തെ വാഗ്ദാനമനുസരിച്ച് ഇപ്പോൾ ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ. 30-ാം വാക്യം, എന്തെന്നാൽ സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എന്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. സകല ജനത്തിനു വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എന്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. ആ കൂട്ടത്തിൽ ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു. അവർ കണ്ടത് വെറുതെ പരിശുദ്ധ അമ്മയുടെ കയ്യിലിരിക്കുന്ന ഉണ്ണിയേശുവിനെ. പക്ഷേ ശിമയോൻ കണ്ടത് വെറും ഒരു ഉണ്ണിയേശുവിനെ അല്ല. പ്രവാചകന്മാർ പറഞ്ഞു വെച്ചിരിക്കുന്നത് മുഴുവൻ വിശ്വാസത്തിന്റെ കണ്ണിലൂടെ കണ്ടെത്തിയ ശിമയോനെയാണ് നമ്മളിവിടെ കാണുക. ശിമയോൻ കണ്ടത് വിശ്വാസത്തിന്റെ കണ്ണിലൂടെയാണ്. വെറും ഒരു യേശുവിനെയല്ല, വെറും ഒരു ശിശുവിനെയല്ല കണ്ടത്. യേശുവിനെ ആ ദിവ്യ തേജസ്സോടുകൂടി കണ്ടിട്ട് ലോകത്തിന്റെ മുഴുവൻ രക്ഷകനായി തീരുന്ന യേശുവിനെ കണ്ടിട്ട് ശിമയോൻ അങ്ങോട്ട് ആനന്ദ പുളകിതനാവുകയാണ്. എന്നിട്ട് വെളിപ്പെടുത്തുകയാണ്, ദൈവമേ, സകല ജനതകൾക്കും വേണ്ടി അങ്ങൊരിക്കലും രക്ഷയാണ് എന്റെ കണ്ണുകൾ കണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഈ രക്ഷ എനിക്കും കാണാനായിട്ടുള്ള വിശ്വാസത്തിന്റെ ഉൾക്കണ്ണ് തുറന്നു തരണമേ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിച്ചേ, ഹല്ലേലൂയ. ഈ രക്ഷ കാണുക, വിശ്വാസത്തിന്റെ യേശുവിനെ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, വിശ്വാസത്തിന്റെ കണ്ണ് തുറന്നു തരണമേ. യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി, യേശുവേ ആരാധന. ലൂക്കായുടെ സുവിശേഷത്തില് വീണ്ടും 10-ാം അധ്യായത്തിൽ നമുക്ക് യേശു തന്നെ ഈ കാഴ്ചയെ കുറിച്ച് പറയുന്നുണ്ട്. പലർക്കും കാണാൻ കഴിയാതിരുന്ന ഈ കാഴ്ച നമുക്ക് കാണാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമാണ് എന്ന് ഈശോ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായത്തില് 21 മുതലുള്ള വാക്യങ്ങളിൽ ഈശോ പറയും, സ്വർഗത്തിന്റെയും, ഈശോയുടെ പ്രാർത്ഥനയാണ്, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും കർത്താവായ പിതാവേ, അവിടുത്തെ ഞാൻ സ്തുതിക്കുന്നു. എന്നാൽ ഇവ ജ്ഞാനികളെന്നും ബുദ്ധിമാന്മാരെന്നും മറച്ചുവെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തുകയും ചെയ്തു. അതേ പിതാവേ, അതായിരുന്നു അവിടുത്തെ തിരുവുള്ളം. അതിനുശേഷം ഈശോ ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ കാണുന്നവ കാണുന്ന കണ്ണുകൾ ഭാഗ്യമുള്ളവ. എന്തെന്നാൽ ഞാൻ പറയുന്നു, അനേകം പ്രവാചകന്മാരും രാജാക്കന്മാരും നിങ്ങൾ കാണുന്നവ കാണാൻ ആഗ്രഹിച്ചുവെങ്കിലും കണ്ടില്ല, നിങ്ങൾ കേൾക്കുന്നവ കേൾക്കാൻ ആഗ്രഹിച്ചുവെങ്കിലും കേട്ടില്ല. ഒത്തിരി പേര് യേശുവിനെ കാണാൻ ആഗ്രഹിച്ചിരുന്നവരാണ്. അനേകം രാജാക്കന്മാരും പ്രവാചകന്മാരും യേശുവിനെ ഒന്ന് കാണാൻ ആഗ്രഹിച്ചു, പക്ഷെ അവർക്ക് സാധിച്ചില്ല. അവര് യേശുവിനെ കുറിച്ച് മഹാകാര്യങ്ങൾ പറഞ്ഞു വെച്ചു, പക്ഷേ അവനെ ഒന്ന് കാണാൻ, ഇസ്രായേലിനെ രക്ഷിക്കുന്ന രക്ഷകനെ ഒന്ന് കാണാൻ തങ്ങളുടെ കാലഘട്ടത്തിലാണോ അവൻ ജനിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ അവനെ ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ, കണ്ണുകൾ കൊണ്ടൊന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച ധാരാളം ആളുകളുണ്ട്. പക്ഷേ ഈശോ പറയുകയാണ്, അവർക്കൊന്നും കാണാൻ പറ്റാതിരുന്ന ആ ഒരു വലിയ രക്ഷയുടെ കാഴ്ച കാണുവാനായിട്ട് നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ശിഷ്യന്മാരോട് യേശു പറയുകയാണ്. പക്ഷേ ഈ ശിഷ്യന്മാർ യഥാർത്ഥത്തിൽ യേശുവിനെ ആ യഥാർത്ഥ രക്ഷകനായി പൂർണ്ണമായിട്ട് കണ്ടോ? കണ്ടില്ല. അവർക്ക് യേശുവിനെ രക്ഷകനായിട്ട് കാണുവാനായിട്ട് സാധിച്ചില്ല. യേശു പറഞ്ഞു, തന്റെ പീഡാനുഭവത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ഉയർപ്പിനെ കുറിച്ചും എല്ലാം വ്യക്തമായിട്ട് ഈശോ പലതവണ പല ആവർത്തി അവരോട് പറഞ്ഞിട്ടും അവർക്കത് മനസ്സിലാക്കാനായിട്ട് സാധിച്ചില്ല. അതുകൊണ്ടാണ് എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാര്
യേശു കൂടെ നടന്നിട്ടും, ഉയർത്തെണീറ്റ യേശു കൂടെ നടന്നിട്ടും അത് യേശുവാണെന്ന് തിരിച്ചറിയാനായിട്ട് അവർക്ക് സാധിച്ചില്ല. അവരെപ്പോഴാണ് ആ യേശുവിനെ, രക്ഷകനായ യേശുവിനെ രക്ഷയായിട്ട് ആ വിശ്വാസത്തിന്റെ കണ്ണിലൂടെ കണ്ടതെപ്പോഴാണ്? യേശു അപ്പമെടുത്ത് വാഴ്ത്തി മുറിച്ച് അവർക്ക് കൊടുത്തപ്പോൾ അവരുടെ ഉൾക്കണ്ണ് തുറന്ന് അവിടെ വചനം എഴുതിയിട്ടുണ്ട്, അവർ ദൈവത്തെ കണ്ടു എന്ന്. യേശുവിനെ അവർ കണ്ടു. വിശുദ്ധ കുർബാനയിലൂടെ തന്നെ മറച്ചുകൊണ്ട്, വിശുദ്ധ കുർബാനയിലേക്ക് തന്നെ മറച്ചുകൊണ്ട്, ആ അപ്പത്തിലൂടെ അവരുടെ ഉള്ളിലേക്ക് കടന്നു വന്നുകൊണ്ട് തന്റെ സാന്നിധ്യം നൽകിക്കൊണ്ട് യേശു അവരുടെ വിശ്വാസത്തിന്റെ കണ്ണുകൾ തുറന്ന് അവനെ കാണുവാനായിട്ട്, കൂടെ ഇരുന്നവൻ യേശുവാണെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിൽ അവരെ വിശ്വാസത്തിന്റെ ബോധ്യത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് യേശു അവർക്ക് ആ രക്ഷ കാണിച്ചു കൊടുക്കുക. സ്നേഹമുള്ളവരെ, കൂടെ നടന്നവനെ കാണാൻ കഴിയാതിരുന്ന അവരുടെ അവസ്ഥ ഇന്ന് നമ്മുടെ അവസ്ഥ അത് തന്നെയാണ്. ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും നമ്മൾ അനുഭവിക്കുന്ന ഒരു കാര്യമാണ്, എനിക്ക് യേശുവിനെ കാണാൻ പറ്റുന്നില്ല. ഇവിടെ ഇരിക്കുമ്പോഴും മനസ്സ് വേറെ സ്ഥലത്താണ്, ഇവിടെ ഇരിക്കുമ്പോഴും എൻ്റെ ചിന്തകൾ വേറെ സ്ഥലത്താണ്. യേശുവിനെ അതിന്റെ പൂർണ്ണതയിൽ കാണാനായിട്ട് പലപ്പോഴും സാധിക്കുന്നില്ല. അതിന് കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിന്റെ 13-ാം അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, ഇപ്പോൾ കണ്ണാടിയിൽ എന്ന പോലെ നമ്മൾ അവ്യക്തമായി കാണുന്നു, എന്നാൽ അപ്പോഴാകട്ടെ നമ്മൾ എങ്ങനെ കാണും? നമ്മൾ മുഖാഭിമുഖം ദർശിക്കും. ഇതിനെ കുറിച്ചാണ് പൗലോസ് പറയുന്നത്. ഇപ്പോൾ നാം കണ്ണാടിയിൽ എന്ന പോലെ അവ്യക്തമായി കാണുന്നത്. ഈ കണ്ണാടി എന്താണ്? വിശ്വാസത്തിന്റെ കണ്ണാടി. ഇപ്പോൾ നമ്മൾ യേശുവിനെ വിശ്വാസത്തിന്റെ കണ്ണാടിയിലൂടെ നമ്മൾ യേശുവിനെ കാണുന്നു. നമ്മൾ പറയാറുണ്ട്, നമ്മൾ ആദ്യമേ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ദേവാലയത്തിൽ നമ്മൾ അൾത്താരയിൽ യേശുവിനെ കണ്ടു എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ വിശ്വാസത്തിന്റെ കണ്ണാടിയിലൂടെ കാണുന്ന പോലെ വ്യക്തതയില്ല. നഗ്ന നേത്രങ്ങൾ കൊണ്ടല്ല നമുക്ക് കാണാൻ സാധിക്കും. വിശ്വാസത്തിന്റെ കണ്ണിലൂടെ യേശുവിനെ നമ്മൾ അവിടെ കാണുന്നത്. വിശ്വാസത്തിന്റെ ഒരു രൂപമാണ് അവിടെ നമ്മൾ ദർശിക്കുന്നത്. പൂർണ്ണമായിട്ടുള്ള ഒരു രൂപമല്ല. പൂർണ്ണമായിട്ട് ഇത് കാണാൻ നമുക്ക് ശേഷിയില്ല. യേശുവിനെ നമ്മൾ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ, അതിന്റെ മഹിമ തേജസ്സോട് കണ്ടു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പത്രോസിന് സംഭവിച്ച പോലെ അവിടെ കമന്നടിച്ചു വീഴും നമ്മള്. കാരണം കാണാനുള്ള ശേഷി നമുക്കില്ല, കത്തിക്കരിഞ്ഞു പോവാം. അത്രമാത്രം സ്വർഗീയ തേജസ്. ആ തേജസ് ഉൾക്കൊള്ളുവാനുള്ള ശേഷി നമുക്കില്ലാത്തതിനാൽ അവ്യക്തമായിട്ടുള്ള കാഴ്ചയെ നമുക്കിവിടെ കാണാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ എപ്പോഴാണ് യേശുവിനെ മുഖാഭിമുഖം കാണുന്നത്? നമ്മളുടെ മരണശേഷം സ്വർഗത്തിൽ നമ്മൾ യേശുവിനെ മുഖാഭിമുഖം കാണുമെന്ന് പൗലോസ് വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിച്ചു തരികയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ യേശുവിനെ മുഖാഭിമുഖം കാണുവാനായിട്ട് നമുക്ക് സാധിക്കണമെങ്കിൽ ആ യേശുവിന്റെ ഈ ഭൂമിയിൽ ആ യേശുവിന്റെ രൂപത്തെ വിശ്വാസത്തിന്റെ കണ്ണിലൂടെ കാണുവാനായിട്ട് നമുക്ക് സാധിച്ചാൽ മാത്രമേ സ്വർഗത്തിൽ അവനെ മുഖാഭിമുഖം കാണുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. ഈ ലോകത്തിൽ യേശുവിനെ വിശ്വാസത്തിന്റെ കണ്ണിലൂടെ കാണണമെങ്കിൽ സഖ്യവോസ് സിക്കമോർ മരത്തിൽ കയറിയിരുന്നു. അവനെ ഒന്ന് കാണാം. സഖ്യവോസ് ആഗ്രഹിച്ചത്, എല്ലാവരും പറഞ്ഞു കേട്ട ഒരു ഗുരുനാഥനുണ്ട്. അവൻ ഒത്തിരി അത്ഭുതങ്ങൾ ചെയ്യുന്നവനാണ്. അവൻ ഒത്തിരി രോഗങ്ങൾ സുഖപ്പെടുത്തുന്നവനാണ്. അപ്പോൾ അവനെ ഒന്ന് കാണണം, ആ മരത്തിന്റെ കൊമ്പിൽ ഒന്ന് കയറിയിരിക്കണം. സഖ്യവോസ് വെറും ഒരു ശിശുവായി. യേശു പറഞ്ഞല്ലോ, ഇവ ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകികളിൽ നിന്നും മറച്ചു വെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതാ. അപ്പം സഖ്യവോസ് തന്റെ സമൂഹത്തിലുള്ള സ്ഥാനമാനങ്ങളെല്ലാം മറന്നിട്ട് കേവലം ഒരു ശിശുവായിട്ട് ആ സിക്കമോർ മരത്തിന്റെ കൊമ്പിൽ കയറിയിരിക്കുകയാണ്. അവിടെ യേശുവിനെ കാണാനായിട്ട് അവൻ ആഗ്രഹിച്ചിരിക്കുമ്പോൾ യേശു അതിലെ കടന്നു വന്ന് സഖ്യവോസിനെ കണ്ടു. യേശു കണ്ടത് സഖ്യവോസ് എന്ന് പറയുന്ന വലിയൊരു മനുഷ്യനെയല്ല. സഖ്യവോസിന്റെ രൂപം പറയുന്നത് കുറിയ മനുഷ്യനായിരുന്നു. എങ്കിലും പ്രായമുള്ള മനുഷ്യനാണല്ലോ. അപ്പോ യേശു അവിടെ കാണുന്നത് തന്നെ കാണാൻ ആഗ്രഹിച്ച കേവലം ഒരു കുട്ടിയെയാണ് ഈശോ അവിടെ കാണുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞ, മോനെ നീ താഴേക്ക് ഇറങ്ങി വാ, ഞാൻ നിന്റെ വീട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. ഈശോ അവനെ കൂട്ടിക്കൊണ്ട് പോവുകയാണ് അവന്റെ വീട്ടിലേക്ക്. അപ്പോ സഖ്യവോസ് യേശുവിനെ കാണാൻ ആഗ്രഹിച്ചു.
ആ ആഗ്രഹത്തെ യേശു അനുഗ്രഹിക്കുക. അവന്റെ ഭവനത്തിലേക്ക് യേശു കടന്നു ചെല്ലുക. അവിടെ കടന്നു ചെന്നപ്പോൾ എന്താ സംഭവിച്ചത്? സക്കേവൂസിന്റെ കാഴ്ചയുടെ രൂപം കൊണ്ട് മാറിപ്പോയി. സക്കേവൂസ് കാണാൻ ആഗ്രഹിച്ച യേശു ഏത് യേശുവാണ്? സമൂഹത്തിന്റെ മുമ്പില് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന, രോഗങ്ങൾ സൗഖ്യമാക്കുന്ന ഒരു അത്ഭുത പ്രവർത്തകനായ യേശുവിനെയാണ് സക്കേവൂസ് സിക്കമോർ മരത്തിന്റെ കൊമ്പിലിരുന്ന് കാണാൻ ആഗ്രഹിച്ചതെങ്കിൽ യേശു അവന് പിന്നീട് അവന്റെ ഭവനത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ ആരായി തീരുകയാണ്? യേശു അവന്റെ കണ്ണിൽ മറ്റൊരു രൂപമായി മാറുകയാണ്. എന്താ അവന് സംഭവിച്ചത്? യേശു അങ്ങോട്ട് കടന്നു നിന്നപ്പോൾ അവന്റെ ഹൃദയത്തിലെ പാപമാലിന്യങ്ങളെല്ലാം കഴുകപ്പെടുകയാണ്. യേശുവിന്റെ സ്നേഹം കൊണ്ട് അവന്റെ ഹൃദയം മുഴുവൻ കഴുകപ്പെട്ടപ്പോൾ അവന് യേശുവിനെ മറ്റൊരു രീതിയിൽ കാണാൻ സാധിക്കുകയാണ്. എനിക്ക് എന്റെ ഗുരുനാഥനെ, എന്റെ കർത്താവിനെ, എന്റെ ദൈവത്തെ അതിന്റെ പൂർണ്ണതയിൽ അനുഭവിക്കണമെന്നുള്ള ആഗ്രഹം അവന്റെ ഉള്ളിൽ അലയടിച്ചിട്ട് അവൻ അവിടെ വെച്ച് പ്രഖ്യാപിക്കുകയാണ്, എന്റെ ഹൃദയത്തിലെ എല്ലാ പാപങ്ങളും ഞാൻ കഴുകിക്കളയുന്നു. എന്റെ ജീവിതത്തിൽ അന്യായമായിട്ടൊക്കെ ഞാൻ സമ്പാദിച്ചിട്ടുള്ളതെല്ലാം അതിന്റെ ഇരട്ടിയായിട്ട് ഞാൻ കൊടുക്കാൻ തയ്യാറാണ്. ഇന്ന് ഞാൻ എന്റെ കർത്താവിനെ കണ്ടെത്തിയിരിക്കുകയാണ്. അവന് സന്തോഷമാവുകയാണ്. അവൻ ആ സമയത്ത് യേശുവിനെ അവന്റെ ദൈവമായിട്ട് അവൻ കാണുകയാണ്, രക്ഷകനായി കാണുകയാണ്. ആ രക്ഷകനായി അവൻ കണ്ടതുകൊണ്ടാണ് യേശു അവിടെ പ്രഖ്യാപിച്ചത്, ഇന്ന് ഈ ഭവനം രക്ഷ പ്രാപിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇരു കാര്യങ്ങൾ ഉയർത്തി നമുക്ക് വേണ്ടി രക്ഷയായി തീർന്ന യേശുവിനെ നമ്മുടെ പാപങ്ങളിൽ കഴുകിക്കൊണ്ട് ഹൃദയത്തെ വെടിപ്പാക്കിക്കൊണ്ട് ആ രക്ഷ അനുഭവിക്കുവാനായിട്ട് നമ്മളെ തന്നെ ഒന്ന് തുറന്നു കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. സക്കേവൂസ് കണ്ട ആ രക്ഷ അതെപ്പോ സംഭവിച്ചത്? പാപങ്ങൾ, അകൃത്യങ്ങൾ കഴുകിക്കളഞ്ഞപ്പോഴാണ് യേശുവിനെ രക്ഷകനായി സക്കേവൂസ് അനുഭവിച്ചത്. പത്രോസിനെ കുറിച്ച് നമുക്കറിയാം. പത്രോസ് യേശുവിനെ കണ്ട്, പത്രോസിന്റെ ചില ജീവിതാനുഭവങ്ങൾ, ചില രസകരമായ അനുഭവങ്ങളുണ്ട്. പത്രോസ് വിശ്വാസമൊക്കെ ഏറ്റുപറഞ്ഞു, കർത്താവിനെ ജീവിക്കുന്ന ദൈവത്തിന് പുത്രനായ ക്രിസ്തുവാണ് എന്നൊക്കെ വിളിച്ചു പറഞ്ഞു. എന്നിട്ട് പിന്നീട് അങ്ങോട്ട് പത്രോസിന് സംഭവിച്ചത് എന്താണെന്ന് നമുക്കറിയാം. പത്രോസ് യേശു പീഡാസഹനങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത് ആ സഹനങ്ങളെ സ്വീകരിക്കാൻ സാധിക്കാതെ താൻ മനസ്സിലാക്കിയ ഗുരുവല്ല ഇത് എന്ന് തോന്നിയപ്പോൾ അവൻ തന്റെ ഗുരുനാഥനെ തള്ളിപ്പറയുകയാണ്. യേശു രൂപാന്തരപ്പെട്ട ആ രൂപാന്തരീകരണത്തിൽ പങ്കെടുത്ത പത്രോസ്, യേശുവിന്റെ സ്വർഗീയമായ തേജസ് കണ്ട പത്രോസ് ആ തേജസ്സൊക്കെ മറന്നുപോയിട്ട് വീണ്ടും പഴയ മനുഷ്യനായി തീർന്ന മനസ്സ് മുഴുവൻ കളങ്കിതമായി പത്രോസ് പറഞ്ഞു, നിനക്കിതൊന്നും സംഭവിക്കാതിരിക്കട്ടെ. പീഡാസഹനങ്ങളെ കുറിച്ചും മരണത്തെക്കുറിച്ചും ഉയർപ്പിനെ കുറിച്ചും ഒക്കെ ഈശോ പറഞ്ഞപ്പോ പത്രോസ് അവനെ മാറ്റി സ്വകാര്യം പറഞ്ഞു, ഇങ്ങോട്ട് മാറുന്നേ, എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അതെ, നീ പറയുന്ന പോലെ സംഭവിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ്. നമ്മൾ വന്നിരിക്കുന്നത് മുഴുവൻ നിന്നെ രാജാവായി, നീ വലിയ നേതാവായി ഇവിടെ മുഴുവൻ അടിച്ചു നിരപ്പാക്കി ഞങ്ങളെ രക്ഷിക്കുന്ന വലിയ രാജാവായിട്ട് ഇവരെല്ലാം പ്രതീക്ഷിച്ചിരിക്കുന്നതുകൊണ്ട് നിനക്കിതൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഈശോ പറഞ്ഞു, സാത്താനെ നീ എന്റെ പുറകിലേക്ക് പോകുക. അവന്റെ ഉള്ളിൽ ഒരു സാത്താൻ കുടികൊള്ളുന്നുണ്ട് എന്ന് വ്യക്തമായിട്ട് ഈശോ ബോധ്യപ്പെട്ടപ്പോൾ ഈശോയോട് പറഞ്ഞു, സാത്താനെ നീ എന്റെ പിന്നിലേക്ക് പോകുക. അവന്റെ ഉള്ളിലുള്ള സാത്താനോട് പോകാൻ പറഞ്ഞു. അപ്പൊ അവന്റെ ഉള്ളിൽ ഒരു സാത്താനുണ്ട്, ഈ ലോകത്തെ സ്നേഹിക്കുന്ന ഒരു സാത്താൻ, തന്റെ തന്നെ പേരും പ്രശസ്തിയും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു സാത്താൻ അവന്റെ ഉള്ളിലുണ്ട് എന്ന്, അവന്റെ തടി കേടാകാതിരിക്കാനായിട്ട് അവനെ സ്വാർത്ഥനാക്കുന്ന ഒരു സാത്താൻ അവന്റെ ഉള്ളിലുണ്ട് എന്ന് ഈശോയ്ക്ക് മനസ്സിലായി. അതുതന്നെയാണ് ഈശോ പീഡാസഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പത്രോസിന് സംഭവിച്ചത്. പത്രോസിന്റെ ഉള്ളിൽ നിന്ന് സാത്താൻ പറഞ്ഞു, അങ്ങോട്ടൊന്നും പോകണ്ട, നിനക്കും പ്രശ്നമാണ്, അതുകൊണ്ട് പറഞ്ഞു തള്ളിപ്പറയുക. പത്രോസ് തള്ളിപ്പറഞ്ഞു, ഞാൻ അവനെ അറിയുന്നില്ല, 3 തവണ തള്ളിപ്പറഞ്ഞു. അപ്പൊ പത്രോസിന്റെ കാഴ്ച എന്തായിരുന്നു? ഈശോയെ
അതിന്റെ തേജസ്സിൽ കാണുവാനായിട്ട്, രക്ഷകനായി കാണുവാനായിട്ട്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന സ്വർഗീയ പിതാവിന്റെ വെളിപ്പെടുത്തലിൽ അത് വിശ്വാസത്തിന്റെ ആഴത്തിലേക്ക് കടന്നു എന്ന് അതൊന്ന് പ്രഖ്യാപിക്കുവാനായിട്ട് പത്രോസിന് ഉള്ളിന്റെ ഉള്ളിൽ സാധിച്ചില്ല. അതുകൊണ്ടാണ് വീണ്ടും മനുഷ്യൻ കയറി വന്നത് പത്രോസിന്റെ ഉള്ളിലേക്ക്. വെറും കേവല മനുഷ്യൻ, വെറും ഒരു പച്ച മനുഷ്യനായി പത്രോസ് മാറുക. ദൈവീകത അവന് നഷ്ടപ്പെട്ടു പോയപ്പോൾ, വിശ്വാസത്തിന്റെ കാഴ്ച അവന് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞപ്പോൾ, പീഡനങ്ങൾ മുന്നിൽ വന്ന് നിന്നപ്പോൾ അവന്റെ വിശ്വാസം തകർന്നുപോയി. സഹനങ്ങൾ വന്നു നിന്നപ്പോൾ അവന്റെ വിശ്വാസം തകർന്നുപോയി. കാണുന്നതെല്ലാം വെറുതെ പച്ച മനുഷ്യന്റെ പച്ച കാഴ്ചകളായിട്ട് അവന് മാറുകയാണ്. അവൻ യേശുവിനെ തള്ളിപ്പറയുക, അവനെ എനിക്കറിയത്തില്ല. ഇതിന് പരിഹാരം ഈശോ ചെയ്യിപ്പിച്ചു. സഭയുടെ തലവനാകാനുള്ള നീ പാറയാണ്, ഈ പാറമേൽ എന്റെ സഭ ഞാൻ പണിയുമെന്ന് ഉറപ്പിച്ച് അവനെ കുറിച്ച് പറഞ്ഞു വെച്ച കാര്യമാ. ഈശോയ്ക്ക് അത് നിവൃത്തി ആകാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പത്രോസിന് മാറ്റി നിർത്തിക്കൊണ്ട് പറഞ്ഞു, നീ എന്നെ സ്നേഹിക്കുന്നുവോ? 3 പ്രാവശ്യം ചോദിച്ചു, 3 പ്രാവശ്യം തള്ളി പറഞ്ഞു, 3 പ്രാവശ്യം ചോദിച്ചു, ഉറപ്പിച്ചു അവന്റെ സ്നേഹത്തെ. അവൻ കരഞ്ഞ് 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 കണ്ണീർ ചാലുകൾ ഉണ്ടായി. അവനെ കൊണ്ട് ഈശോ പറയിപ്പിച്ചു, നീ എന്നെ സ്നേഹിക്കുന്നു കർത്താവേ. അവന്റെ വിശ്വാസം, ആ ചോദ്യങ്ങളിലൂടെ അവന്റെ തകർന്നു പോയ വിശ്വാസത്തെ ഈശോ വളർത്തിയെടുക്കുകയായിരുന്നു. തന്റെ സഭയുടെ അടിസ്ഥാന ശരിയാക്കാൻ വേണ്ടിയിട്ട് അവനെ ഈശോ സ്നേഹം കൊടുത്തുകൊണ്ട്, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു, നീ എന്നെ സ്നേഹിക്കുന്നുവോ, നീ എന്നെ സ്വന്തമാക്കുന്നുവോ? പത്രോസിനെ വീണ്ടെടുക്കുക ഈശോ. ഇത് നമ്മളെയും ഈശോ വീണ്ടെടുക്കുക. എവിടെ വന്ന് ഇരിക്കുമ്പോൾ, നമ്മൾ പാപത്തിന്റെ കറകളുമായിട്ട് വന്നിരിക്കുമ്പോൾ ഇതുപോലെയുള്ള ആത്മീയമായ കാഴ്ചകൾ നമുക്ക് നഷ്ടപ്പെടും. വിശ്വാസത്തിന്റെ ഉൾക്കണ്ണുകൾ നമുക്ക് അടഞ്ഞു പോവുകയാ. വിശ്വാസത്തിന്റെ കാഴ്ചപ്പാടോടുകൂടി കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. നമ്മുടെ പാപങ്ങളാണ് അതിന് കാരണമെന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മളെയും ദൈവത്തിന്റെയും എന്റെയും മുഖം തമ്മിൽ അകറ്റുന്നത് എന്താണ് എന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. എന്താണ് നമുക്ക് വായിച്ചത്? അറിയാവുന്ന കാര്യമാണ്. രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിന്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. നിന്റെ അകൃത്യങ്ങൾ നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു. നിന്റെ പാപങ്ങൾ അവിടുത്തെ മുഖം നിന്നിൽ നിന്നും മറച്ചിരിക്കുന്നു. അതിനാൽ അവിടുന്ന് നിന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല. നിന്റെ പാപങ്ങളാണ് ദൈവത്തെയും നിന്നെ തമ്മിൽ അകറ്റിയിരിക്കുന്നത്, അവിടുത്തെ മുഖം നിന്നിൽ നിന്നും മറച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിനക്ക് ദൈവത്തെ കാണാൻ സാധിക്കാത്തതിന്റെ കാരണം എന്താ? നിന്റെ ഉള്ളിലെ അകൃത്യങ്ങളാണ്. ആ അകൃത്യങ്ങൾ കഴുകപ്പെടാതെ നിന്റെ ദൈവത്തെ നിനക്ക് കാണാനായിട്ട് സാധിക്കുകയില്ല. ആ ദൈവിക തേജസ്സിനെ അനുഭവിക്കുവാനായിട്ട്, ആനന്ദം നുകരാനായിട്ട് സാധിക്കുന്നില്ല. ഇവിടെ വന്ന ഈ കൺവെൻഷൻ കൂടി അതിനുശേഷം തിരിച്ചു പോകും. ഇതിനും വലിയ അസ്വസ്ഥതയോടുകൂടിയായിരിക്കും. ഒരു ജർമ്മൻകാരൻ, അവൻ്റെ 2ാം ലോക മഹായുദ്ധകാലത്ത് നമ്മുടെ കഴിഞ്ഞ ദിവസം പത്രത്തിൽ വന്നൊരു ചിന്താവിഷയമാണ്. ഒരുപക്ഷെ വായിച്ചതായിരിക്കും. ഈ കാഴ്ചയെക്കുറിച്ച് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നതാണ്. നിരീശ്വരവാദിയായ യുക്തിചിന്താഗതിക്കാരനായ അയാള് തൻ്റെ ഭാര്യ പ്രസവിക്കാറായപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. കത്തോലിക്ക സിസ്റ്റേഴ്സ് നടത്തുന്ന ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്ന് ലേബർ റൂമിൽ പ്രവേശിപ്പിക്കുന്നതിന് മുമ്പ് അവിടെ അയാൾ പറഞ്ഞു, എല്ലാ റൂമിലും ക്രൂശ് രൂപം വെച്ചിട്ടുണ്ട്. അയാൾ പറഞ്ഞു, ഇവിടെ കിടക്കുന്ന റൂമിൽ നിന്നും ക്രൂശ് രൂപം എടുത്ത് മാറ്റണം. ഞങ്ങൾക്കത് കാണേണ്ട കാര്യമില്ല, ഞങ്ങളത് ഇഷ്ടപ്പെടുന്നില്ല. ക്രൂശിത രൂപം ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു, ഞങ്ങൾക്ക് കാണേണ്ട കാര്യമില്ല. മാത്രമല്ല, എനിക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞ് ആ ക്രൂശിത രൂപം കാണാൻ പാടില്ല. ഇങ്ങനെ വികൃതമായി കിടക്കുന്ന ആ രൂപം കണ്ടാൽ എൻ്റെ ആ കുഞ്ഞ് നശിച്ചു പോകും. അതുകൊണ്ടാണ് ഞാൻ കാണാൻ പാടില്ല എന്നാഗ്രഹിക്കുന്നത്. അപ്പൊ അവർ പറഞ്ഞു, അങ്ങനെ ഇല്ലാത്ത ക്രൂശിത രൂപം വെക്കാത്ത ഒരു റൂം ഞങ്ങൾ തരണം. അവർ പറഞ്ഞു, അങ്ങനെ റൂമൊന്നും ഇവിടെ ഇല്ല, എല്ലാ റൂമിലും ക്രൂശിത രൂപം വെച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അവർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ആ ലേബർ റൂമിൽ നിന്ന് കുഞ്ഞ് ജനിച്ചു വീഴുമ്പോൾ കാണാതിരിക്കാനായിട്ട് ആ ക്രൂശിത രൂപം അവിടെ നിന്ന് എടുത്ത് മാറ്റണം. അതാണ് ഞങ്ങളുടെ ഡിമാൻഡ്. അവർ പറഞ്ഞു, അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അവർ ആ ക്രൂശിത രൂപം എടുത്ത് മാറ്റി. അപ്പോൾ ഇയാള് ലേബർ റൂമിന് പുറത്ത് വെയിറ്റ് ചെയ്യുകയാണ്. കുഞ്ഞ് ജനിച്ച്
നേഴ്സ് എന്ന് പറഞ്ഞ് കുഞ്ഞ് ജനിച്ചു. എങ്ങനെയുണ്ട് എൻ്റെ കുഞ്ഞ് എന്ന് ചോദിച്ചുകൊണ്ട് വളരെ വലിയ സന്തോഷത്തോടെയാണ്. അപ്പോൾ ഈ നേഴ്സ് പറഞ്ഞു, കുട്ടി ജനിച്ച ഒരു കുഴപ്പമില്ല, സന്തോഷത്തോടെ ഇരിക്കുന്നു, സുഖമായിട്ടിരിക്കുന്നു. പക്ഷേ താങ്കൾ ആഗ്രഹിച്ചതുപോലെ ആ ക്രൂശിത രൂപം കാണുവാനായിട്ടുള്ള കാഴ്ച കുഞ്ഞിനില്ല. ആ കുഞ്ഞിന്റെ കണ്ണുകൾ അടഞ്ഞാണിരിക്കുന്നത്. ആ കുഞ്ഞ് അന്ധനാണ്. നടന്ന സംഭവമായിട്ടാണ്, രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മനിയിൽ നടന്ന ഒരു സംഭവമായിട്ടാണ് ഇത് പറയുന്നത്. ക്രൂശിത രൂപത്തെ കാണണ്ട എന്ന് പറഞ്ഞ എൻ്റെ ജനിക്കാൻ പോകുന്ന കുഞ്ഞ് അത് കാണരുതെന്ന് ആഗ്രഹിച്ച ആ കുഞ്ഞ് ഒരു കാഴ്ചയും കാണാൻ കഴിയാത്ത വിധത്തില് അന്ധനായിട്ടാണ് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്. ഒരു കാഴ്ചയും കാണാനായിട്ട് ആ കുഞ്ഞിന് സാധിക്കുന്നില്ല. സ്നേഹമുള്ളവരെ, നമ്മൾ ആഗ്രഹിക്കുക, എൻ്റെ യേശുവിനെ എനിക്ക് കാണണം, എൻ്റെ യേശുവിനെ എനിക്ക് കാണണമെന്ന് ആഗ്രഹിച്ച് അപ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കും. ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞ് ഒത്തിരി പോരായ്മയുള്ള കുഞ്ഞാണെന്ന് മനസ്സിലാക്കിയിട്ട് ഈ അടുത്ത നാളുകളിൽ നിരവധി സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും. കുടമാളൂർ ദേവാലയത്തിൽ തന്നെ അവിടെ ആരാധനയിൽ ഗർഭസ്ഥ ശിശു വളരെയധികം പോരായ്മയുള്ള, കുറവുള്ള ഒരു കുഞ്ഞാണെന്ന് ഡോക്ടർമാർ വിലയിരുത്തി. ഇത് നശിപ്പിച്ചു കളയണം, ഇല്ലെങ്കിൽ അമ്മയ്ക്കും പ്രശ്നമാണ്. അപ്പോൾ ഇവർ വന്ന് പ്രാർത്ഥിക്കുകയാണ്, ആ ദേവാലയത്തിൽ വന്ന് ആരാധനയോടെ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഇത് ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തിക്കോളാം എന്നൊക്കെ പറഞ്ഞവർ കണ്ണീരോടെ പ്രാർത്ഥിക്കുകയും കുഞ്ഞൊന്ന് രക്ഷപ്പെടണം. ഡോക്ടർമാർ പറഞ്ഞത് ഇങ്ങനെയാണ്. അപ്പോൾ ബ്രദറോട് വന്നപ്പോൾ ചോദിച്ചു, ബ്രദറെ, ഞങ്ങളെന്താ ഒന്നും ചെയ്യണ്ട, ഒരു കുഴപ്പം ഉണ്ടാകുന്നതായിട്ടല്ല കാണിക്കുന്നത്, ഒരു കുഴപ്പമില്ലാതെ കുഞ്ഞ് ജനിക്കും. വീണ്ടും പോയി സ്കാൻ ചെയ്തു, വീണ്ടും പ്രശ്നമാണ്. കുഞ്ഞ് വീണ്ടും വലിയ പ്രശ്നത്തിലാണ്. കുഞ്ഞിന്റെ വളർച്ചയിലെല്ലാം തകർന്ന തരിപ്പണമായിട്ടാണ് പറഞ്ഞു കയറാൻ പോകുന്നത്. ഡോക്ടർമാർ വിധി എഴുതി, പിന്നെ വിട്ടുകൊടുത്തില്ല. വിശ്വാസം, കർത്താവ് ഞങ്ങളെ രക്ഷിക്കും, ഞങ്ങളുടെ കുഞ്ഞിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമെന്നുള്ള വിശ്വാസത്തോടെ ആ വിശ്വാസനാളിൽ പ്രാർത്ഥിച്ചു, കണ്ണീരോടെ പ്രാർത്ഥിച്ചു. ഡോക്ടർമാര് കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും കാണിച്ചു നോക്കിയപ്പോൾ വലിയ കുഴപ്പങ്ങളുണ്ട്. അതുകൊണ്ട് കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് 2 മാസം മുമ്പേ ഈ കുഞ്ഞിനെ പുറത്തെടുത്തു. പൂർണ്ണ വളർച്ചയെത്താതെ ഇവര് പുറത്തെടുത്തു കഴിഞ്ഞപ്പോൾ ഇവർ കണ്ട കാഴ്ച എന്താണെന്ന് അറിയാമോ? ഈ കുഞ്ഞിന് ഒരു കുഴപ്പവുമില്ല. ഒരു കുഴപ്പവുമില്ലാത്ത കുഞ്ഞിന് കുഴപ്പമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ പുറത്തെടുത്തപ്പോൾ ഇപ്പോ ഇൻക്യുബേറ്ററിൽ വെച്ചിരിക്കുകയാണ്. ഈ കുഞ്ഞ് ഒരു കുഴപ്പമില്ലാത്ത കുഞ്ഞായിരുന്നു. മാനുഷിക ബുദ്ധിയിൽ മാനുഷികമായ കാഴ്ചകൾ വികലമാണെന്ന് ദൈവം വെളിപ്പെടുത്തുകയാ. നിന്റെ കാഴ്ചകൾ വികലമാണ്. ഇവരെ കർത്താവിനെ നോക്കി, യേശുവിനെ നോക്കി, വിശ്വാസത്തോട് നോക്കി, ആ കുഞ്ഞിന്റെ മേൽ വിശ്വാസത്തോട് നോക്കി, ആ കുഞ്ഞിൽ അവർ പൂർണ്ണത കണ്ടു. എന്നാൽ ഈ മാനുഷികമായ ബുദ്ധി വെച്ചുകൊണ്ട് ഡോക്ടർമാർ നോക്കി, അവർക്ക് വിശ്വാസത്തിന്റെ കണ്ണല്ലായിരുന്നു, കാഴ്ചയില്ലായിരുന്നു. അവര് കണ്ടത് അപൂർണമായ ഒരു കുഞ്ഞിനെയാണ്. അവർക്ക് തെറ്റുപറ്റി. വിശ്വാസത്തിന്റെ കാഴ്ചയോടുകൂടി നമ്മൾ ജീവിതത്തെ നോക്കിക്കാണുമ്പോൾ, വിശ്വാസത്തോടുകൂടി നമ്മൾ ജീവിതത്തെ കാണുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ പറ്റുന്നില്ല. കാരണം കർത്താവാണ് നമ്മളെ നയിക്കുന്നത്. കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 കൊരിന്ത്യർ എഴുതിയ 2-ാം ലേഖനത്തിന്റെ 4-ാം അധ്യായം 16-ാം വാക്യത്തില് പ്രകാരം പറയും, ഞങ്ങളുടെ ബാഹ്യമനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ആന്തരിക മനുഷ്യൻ അനുദിനം നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിലെ ആന്തരിക മനുഷ്യൻ നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. 5-ാം അധ്യായത്തിൽ 6-ാം വാക്യത്തിൽ പ്രകാരം വീണ്ടും പറയുക, ഞങ്ങൾ ശരീരത്തിൽ വസിക്കുന്നിടത്തോളം കാലം കർത്താവെന്ന് അകലെയാണ് നിങ്ങൾ അറിയുന്നു. അപ്പോൾ പൗലോസ് ശ്ലീഹ ആ ഒരു അനുഭവം, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഭവം പറയുകയാണ്. നമ്മുടെ ശരീരത്തിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ചിന്താഗതിയിൽ, നമ്മുടെ കാഴ്ചപ്പാടിലൊക്കെ വികലതകൾ ഉണ്ടാകാറുണ്ട്.
കർത്താവിൽ നിന്നും അകലെയാണ് നമ്മൾ ജീവിക്കുന്നത്. ശരീരത്തിൽ വസിക്കുന്നിടത്തോളം കാലം നമ്മൾ അകലെയാണ് വസിക്കുന്നത്. അതുകൊണ്ടാണ് മങ്ങിയ കാഴ്ചകളാണ് നമ്മുടെ ജീവിതത്തിൽ കാണുന്നത്. വിശ്വാസത്തിന്റെ കാഴ്ചകളല്ല പലപ്പോഴും നമ്മൾ കാണുന്നത്. മാനുഷികത നമ്മുടെ ജീവിതത്തിലുണ്ട്, ബലഹീനത നമ്മുടെ ജീവിതത്തിലുണ്ട്. അതിനുശേഷം 4-ാം അധ്യായം 16-ാം വാക്യത്തിൽ പൗലോസ് ശ്ലീഹ വീണ്ടും ഓർമ്മപ്പെടുത്തുക, അതുകൊണ്ട് ഞങ്ങൾ എന്താ ചെയ്യുന്നത്? ഞങ്ങളിലെ ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുക, ആന്തരിക മനുഷ്യൻ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കണം? നമ്മളിലെ ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാ? ജീവിതത്തിൽ ദാരിദ്ര്യം അനുഭവിക്കാൻ വേണ്ടിയിട്ടാണോ? കുടുംബം ക്ഷയിച്ചു പോകാൻ വേണ്ടിയിട്ടാണോ? നമ്മുടെ ജീവിതം ക്ഷയിച്ചു പോകാൻ വേണ്ടിയിട്ടാണോ? നമ്മളുടെ ബാഹ്യ മനുഷ്യൻ, നമ്മുടെ ജട്ടിക മനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മളുടെ ആന്തരികത ശക്തിപ്പെടുകയുള്ളൂ, നമ്മളുടെ ഉള്ള് വിശ്വാസത്തിന്റെ കാഴ്ചപ്പാട് ശക്തിപ്പെടുകയുള്ളൂ. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ ഉള്ള് ശക്തിപ്പെടണം, ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തണം. അതിനാണ് നമ്മൾ ഉപവാസം പ്രാർത്ഥനയൊക്കെ എടുക്കുന്നത്. നമ്മൾ ഇവിടെ വന്ന് ആരാധന കൂടി പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ട് ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ഈ വിശ്വാസത്തിന്റെ കാഴ്ചയെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട്, മങ്ങിയ കാഴ്ചകൾ കൂടുതൽ തെളിവുള്ളതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടുന്ന് പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ വിശ്വാസത്തിന്റെ കണ്ണോടുകൂടി കാണുവാനായിട്ട്, ആ പ്രശ്നങ്ങൾ നമ്മൾ വിചാരിക്കുന്ന പോലെയുള്ള വലിയ പ്രശ്നങ്ങളല്ല, ആ പ്രശ്നങ്ങളെ ഏറ്റെടുക്കുന്ന കർത്താവിന്റെ ആ വലിയ അഭിഷേകം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നത്. അവനെ നോക്കിയവർ പ്രകാശിതരായി. നമുക്ക് അവനെ നോക്കാൻ സാധിക്കണം. അവനെ നോക്കുമ്പോൾ നമ്മൾ പ്രകാശിക്കപ്പെടുകയാണ്, നമ്മൾ പ്രകാശമുള്ള വ്യക്തികളായി മാറുകയാണ്. എപ്പോഴാണ് അന്ധകാരം വരുന്നത്? ജീവിതത്തിൽ പ്രതീക്ഷയൊന്നുമില്ലാതെ എല്ലാം തകർന്നു, ഇനി മുന്നോട്ട് പോകാനായിട്ട് ശരിക്കും ശേഷിയില്ല, എനിക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളാണ്, രോഗം കൊണ്ട് എന്റെ കുടുംബത്തിലെ പല വ്യക്തികളും ഇത് തകർന്നു കിടക്കുകയാണ്, എന്റെ മാതാപിതാക്കന്മാർ തകർന്നു കിടക്കുകയാണ്, എല്ലാ പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളാണ് എന്റെ ജീവിതത്തിൽ ഇപ്പോൾ നടമാടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് മുന്നോട്ട് നോക്കിയിട്ട് ഒരു പ്രതീക്ഷയും കാണുന്നില്ല എന്നുള്ള ചിന്താഗതിയിലൂടെ, മാനുഷികമായിട്ടുള്ള പരിമിതമായ ചിന്താഗതികളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ യേശുവിലുള്ള വിശ്വാസം നമ്മളെ ശക്തിപ്പെടുന്നത് എങ്ങോട്ടാണ് നമ്മളെ കൊണ്ടുപോകുന്നത്? നമ്മളെ ഈ അന്ധകാര ചിന്തയിൽ നിന്നും അതിനെ അന്ധകാരത്തെ നീക്കം ചെയ്തുകൊണ്ട് പ്രകാശമായിട്ടുള്ള ആ അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുവരിക, നമ്മളെ പ്രകാശിപ്പിക്കുക. എന്നിട്ട് നമ്മുടെ പ്രശ്നങ്ങളെ എടുത്തു നീക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, മാതാവിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ, ആ കുടുംബത്തിൽ ജപമാല ചൊല്ലി തുടങ്ങി കഴിഞ്ഞപ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ കുടുംബത്തിലെ അന്ധകാര ശക്തികൾ നീക്കം ചെയ്യപ്പെടുക. ആ സ്ഥലത്തേക്ക് ആരാ വന്ന് കയറുന്നത്? യേശുവിന്റെ ആത്മാവ് അവിടെ വന്ന് അവരെ ആ കുടുംബത്തെ പ്രകാശിപ്പിച്ച് ആ കുടുംബത്തിലെ എല്ലാവിധ പ്രശ്നങ്ങളിലേക്കും ആ ദൈവത്തിന്റെ ആത്മാവ് കടന്നു ചെന്നിട്ട് അവർക്ക് ആവശ്യമുള്ളതെല്ലാം ദൈവം കൊടുത്തുകൊണ്ടിരിക്കുക. ദൈവത്തിന്റെ നിഗൂഢ രഹസ്യങ്ങൾ, ദൈവത്തിന്റെ ചിന്തകളുടെ രഹസ്യങ്ങൾ അവിടെ ആ പദ്ധതി പൂർണ്ണമായി നിറവേറ്റപ്പെടുവാനായിട്ട് അവർക്ക് ഇടയായി തീരുക. സ്നേഹമുള്ളവരെ, കരങ്ങൾ ഉയർത്തി നമ്മുടെ ജീവിതത്തിലും കർത്താവ് ഈശോ മിശിഹ തന്റെ പ്രകാശം നൽകിക്കൊണ്ട്, തന്റെ ആത്മാവിനെ ഭക്ഷിച്ചുകൊണ്ട് നമ്മുടെ കുടുംബത്തിലെ അന്ധകാരം നീക്കം ചെയ്ത് നമ്മളെ പ്രകാശിപ്പിക്കണമെന്ന് ആഗ്രഹിച്ച് നമ്മുടെ ഇരു കരങ്ങളും ഉയർത്തി യേശുവിനെ ഒന്ന് സ്തുതിച്ച് മഹത്വപ്പെടുത്തി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് വചനത്തിന്റെ ഈ ശ്രവണം നമുക്ക് കർത്താവിലേക്ക് സമർപ്പിക്കാം. നമ്മൾ കേട്ട വചനത്തെ മുഴുവൻ കർത്താവിലേക്ക് സമർപ്പിച്ചു. കർത്താവെ, എൻ്റെ വിശ്വാസത്തിന്റെ കാഴ്ചയെ കൂടെ തെളിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ഉള്ളിലുള്ള എല്ലാ മാലിന്യങ്ങളും കഴുകി എന്നെ വെടിപ്പാക്കി എന്നെ അവിടുത്തെ സ്വന്തമാക്കി ഈ വിശ്വാസത്തിന്റെ കണ്ണിലൂടെ യേശുവേ എന്നൊന്ന് കാണുവാൻ എന്നെ യോഗ്യനാക്കണമേ എന്നൊന്നും നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ചില വ്യക്തികൾ ലോകത്തിന്റെ മനുഷ്യരായിട്ട് പുറമെ ജീവിക്കുന്ന ധാരാളം വ്യക്തികൾ മദ്യപിച്ച് അതുപോലുള്ള സുഖങ്ങളിലൊക്കെ സമ്പത്തിന്റെ ആഡംബരങ്ങളിലുമെല്ലാം ജീവിച്ച് ദേവാലയത്തോടോ അല്ലെങ്കിൽ പ്രാർത്ഥനയോടോ യാതൊരു താല്പര്യവും കൂടാതെ ജീവിച്ചിട്ട് അങ്ങ് അകലെ ജീവിക്കുന്ന മനുഷ്യരായിട്ട് ധൂർത്തപുത്രനെ പോലെ അകലേക്ക് പോയി ജീവിക്കുന്ന മനുഷ്യരാണ് പലരും ജീവിക്കുന്നുണ്ട്. ഈ മനുഷ്യൻ വചനമൊക്കെ കേട്ട് സഹനങ്ങളിലൂടെ കടന്നുപോയി വചനമെല്ലാം കേട്ട് തിരികെ വരിക, ദേവാലയത്തിൽ എത്തുകയാണ്. അങ്ങനെ എത്തിക്കഴിയുമ്പോഴത്തേക്ക് അവൻ ദേവാലയത്തിൽ വന്ന് നിന്ന് ആ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുകയാണ്. പക്ഷെ എങ്കിലും അവന്റെ ഉള്ളു വീണ്ടും തുറക്കണം, വന്നാ പോരാ. ആ വചനം കേട്ട് അവന്റെ ഹൃദയം കഴുകപ്പെടും. എമ്മാവൂസിലെ ശിഷ്യന്മാരെ ഈശോ അതിനു വേണ്ടിയിട്ടാണ് കൂടെ നടന്നാലും യേശുവിനെ കാണില്ല, യേശുവിന്റെ കൂടെ നടന്നാലും കാണില്ല. അവിടെ അവന്റെ ഹൃദയം
കഴുകപ്പെടാതെ കാണില്ല എന്ന് യേശുവിന് അറിയാം. അതുകൊണ്ടാണ് ആ വചനം കൊടുത്ത് അവരുടെ ഹൃദയത്തെ കഴുകുക. അതിന് നമ്മൾ വിട്ടുകൊടുക്കണം യേശുവിന് കഴുകപ്പെടാൻ വേണ്ടിയിട്ട്. ആ കഴുകപ്പെട്ട് കഴിയുമ്പോൾ കുർബാനയിലെ അല്ലെങ്കിൽ പ്രാർത്ഥനകളിലെ ആ വലിയ ദർശനത്തിലേക്ക് നമ്മുടെ ചിന്താഗതികളെ കൊണ്ടുപോവുകയാണ്. നമ്മളുടെ ശ്രദ്ധയും നമ്മളുടെ ചിന്തകളും നമ്മുടെ ഹൃദയമെല്ലാം ഈശോ സ്വന്തമാക്കി നമുക്ക് ആ പത്രോസിന് ലഭിച്ചതുപോലെ രൂപാന്തരീകരണ സമയത്ത് പത്രോസ് കണ്ടതുപോലുള്ള ഒരു കാഴ്ച കാണുവാനായിട്ട് ഈശോ നമ്മളെ അനുവദിക്കുകയാണ്. ആ കാഴ്ച കാണണം നമ്മൾ. അല്ലാതെ ഇവിടെ വന്ന് വെറുതെ ഇരുന്നാൽ പോലെ നമുക്ക് കാഴ്ച കാണാൻ സാധിക്കണം. ആ ദിവ്യമായ സ്വർഗീയമായ കാഴ്ച കാണാൻ സാധിക്കണം. അങ്ങനെ ആഗ്രഹിച്ച് വന്ന് നിൽക്കുമ്പോഴത്തേക്കാണ് നമുക്ക് ആ കാഴ്ചകൾ പൂർണ്ണമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക. ഈ ധൂർത്തപുത്രനെ സംബന്ധിച്ചിടത്തോളം ധൂർത്തപുത്രൻ പിതാവിൽ നിന്ന് കിട്ടേണ്ട തന്റെ ഓഹരി വാങ്ങിച്ചുകൊണ്ട് പോവുകയാണ്. ഈ ഓഹരി വാങ്ങിച്ചുകൊണ്ട് പോയ സമയത്ത് ഈ ധൂർത്തപുത്രന് സംഭവിച്ചത് എന്താണ്? ഇതെന്റെ സ്വന്തമാണെന്ന് വിചാരിച്ചുകൊണ്ട് ആ സമ്പത്ത് വാങ്ങിച്ചുകൊണ്ട് പോവുകയാണ്. അതുകൊണ്ട് ഒരിക്കലും അവന്റെ ഉൾക്കണ്ണ് തുറക്കുന്നില്ല. ഇതെന്താ യഥാർത്ഥത്തിൽ വാങ്ങിച്ചുകൊണ്ട് പോയത്? എന്താ? പിതാവിന്റെ സ്നേഹത്തെയാണ്. മകന് വേണ്ടി പിതാവ് ഒരുക്കി വെച്ച സ്നേഹത്തെയാണ് പിതാവ് പകുത്തു കൊടുത്ത് അവന് സ്വന്തമാക്കി കൊടുത്തത്. അവൻ ചോദിച്ചപ്പോ കൊടുത്തു. പക്ഷേ അതിൽ പിതാവിന്റെ ഹൃദയസ്പന്ദനമുണ്ടെന്ന് അവൻ തിരിച്ചറിഞ്ഞില്ല. അത് അവൻ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ അവൻ അതുകൊണ്ട് പോയി ഒരിക്കലും പാപം ചെയ്യുകയില്ലായിരുന്നു. ഒരിക്കലും അവന് പാപം ചെയ്യാൻ സാധിക്കില്ലായിരുന്നു. എന്തുകൊണ്ടാണ് അവന് അങ്ങനെ സംഭവിച്ചത്? അവന്റെ ചിന്തയിൽ അവനെ കുറിച്ച് മാത്രമേ ചിന്തിച്ചുള്ളൂ. ആരെ കുറിച്ച് ചിന്തിച്ചില്ല? പിതാവിനെ കുറിച്ച് ചിന്തിച്ചില്ല. നമ്മുടെ ജീവിതത്തിലും ഏത് കാര്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാലും, നമുക്ക് ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അതിലൊക്കെ ദൈവത്തിന്റെ സ്നേഹസ്പന്ദനമുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിച്ചാൽ നമ്മൾ ഒരിക്കലും പാപത്തിലേക്ക് പോവുകയില്ല. എന്റെ ജീവിതത്തിൽ എനിക്ക് ദൈവം തന്നിരിക്കുന്ന അനുവദിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങള് എന്റെ മക്കളാവാം, എന്റെ മാതാപിതാക്കളാകാം, എനിക്ക് കിട്ടിയ സമ്പത്താവാം, എന്റെ നല്ല ഭവനമാകാം, എന്റെ നല്ല വസ്ത്രങ്ങളാകാം, ആരെങ്കിലുമൊക്കെ എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നതായിരിക്കാം. ഇതിലൊക്കെ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ സ്പന്ദനങ്ങളുണ്ട് എന്ന് തിരിച്ചറിയുമ്പോഴാണ്, സ്നേഹമുള്ളവരെ, അവിടെയൊക്കെ നമ്മൾ ഈ സ്വർഗീയ ദർശനം കാണാനായിട്ട് തുടങ്ങുന്നത്. അവിടെയൊക്കെയാണ് വിശ്വാസത്തിന്റെ കണ്ണ് നമ്മളുടെ ആ കണ്ണുകളെ നമുക്ക് തുറക്കാനായിട്ട് സാധിക്കുന്നത്. അല്ലാതെ നമ്മൾ ഇവിടെ വന്ന് കുറെ നേരം പ്രാർത്ഥിച്ചു, ചിന്ത മുഴുവൻ എവിടെയാ? വേറെ എങ്ങാണ്ടൊക്കെയാണ്. അങ്ങനെ ഇരുന്ന് നമുക്ക് ഒരിക്കലും കർത്താവിന്റെ ആ സ്നേഹത്തെ വിശ്വാസങ്ങളിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയില്ല. ഹൃദയം കർത്താവിന് പറിച്ചു കൊടുക്കണം. ഹൃദയം പറിച്ചു കൊടുക്കാതെ ആ അഭിഷേകം നമുക്ക് ലഭിക്കുകയില്ല. കർത്താവെ, പൂർണ്ണമായും ഹൃദയത്തെ നീ സ്വന്തമാക്കണമേ. പൂർണ്ണമായിട്ടും ഈശോ ചോദിക്കുന്നത് പൂർണ്ണതയാണ്. നിന്നെ പൂർണ്ണമായിട്ട് ഈശോ ചോദിക്കുന്നത് നിന്റെ കുറച്ച് സ്നേഹമല്ല, കുറച്ച് സമർപ്പണമല്ല. പരിശുദ്ധാമ്മ ചെയ്തതുപോലെ ഇതാ കർത്താവിന്റെ ദാസി, ഒന്നും മുന്നിൽ കാണുന്നില്ല, ഒരു പ്രതീക്ഷയുമില്ല, എന്താ സംഭവിക്കാൻ പോകുന്നത് പോലും അറിയത്തില്ല. കാരണം ഇങ്ങനെയൊക്കെ സംഭവിച്ചാല് എനിക്ക് കല്ലേറ് മാത്രമാണ് കിട്ടാൻ പോകുന്നത്. പക്ഷേ അങ്ങനെ അവസ്ഥയിൽ പോലും പരിശുദ്ധ അമ്മ എന്താ ചിന്തിച്ചത്? ഇതാ കർത്താവിന്റെ ദാസി, എനിക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ല, പക്ഷേ ഞാൻ വിശ്വസിക്കുക. വിശ്വാസത്തിന്റെ കണ്ണിലൂടെ പിതാവായ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല എന്ന് വിശ്വാസത്തിന്റെ കണ്ണിലൂടെ കാണാനായിട്ട് പരിശുദ്ധ അമ്മയ്ക്ക് സാധിച്ചതുകൊണ്ട് പരിശുദ്ധ അമ്മ അത്രയും നിർമ്മലയായിരുന്നു. വിശുദ്ധിയുള്ളവർക്ക് മാത്രമേ ഈ കാഴ്ചകൾ കാണാൻ സാധിക്കൂ, സ്നേഹമുള്ളവരെ. അതുകൊണ്ട് ഈ വിശുദ്ധിയുടെ വിശ്വാസത്തിന്റെ കാഴ്ചകൾ കാണുന്ന മക്കളായിട്ട് തോമാസ് ശ്ലീഹ പറയുന്നത്, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. എന്ത് കാഴ്ചയായി കാണേണ്ടത്? ഈശോ തോമാസ് ശ്ലീഹ പറഞ്ഞു, നിന്നിലൂടെ പകരപ്പെടുന്ന ഈ വലിയ അഭിഷേകം, ഭാരത മണ്ണിലേക്ക് പകരപ്പെടുന്ന ഈ അഭിഷേകത്തിലൂടെ, ഈ പൗരസ്ത്യ അഭിഷേകത്തിലൂടെ നിങ്ങൾക്ക് ലഭിക്കേണ്ട എന്താണ്? രാജകീയമായ അഭിഷേകമാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. എങ്ങനെയാണ് ഈ രാജകീയമായ അഭിഷേകം ലഭിക്കുന്നത്? ഇത് വിശ്വാസത്തിന്റെ കണ്ണിലൂടെ നീ അനുഭവിച്ച അതേ ദൈവത്തെ അവർക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കണം. അവര് വിശുദ്ധിയിൽ എന്നെ അന്വേഷിക്കുന്നവരാവണം, എന്നെ നോക്കുന്നവരാവണം. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന കുർബാനയിലൂടെ ആ വലിയ അഭിഷേകത്തിലേക്ക് നമ്മൾ കടന്നു വരണം. എല്ലാ കാര്യങ്ങളും എൻ്റെ യേശുവിനെ കാണാൻ സാധിക്കണം. എൻ്റെ യേശുവിൻ്റെ ഹൃദയസ്പന്ദനം. പറയുന്ന പോലെ ഞാൻ ഒരു ചെറിയ കാര്യം ചെയ്യുമ്പോഴും അതിനകത്ത് എൻ്റെ യേശുവിൻ്റെ സ്നേഹമുണ്ട്. യേശുവിൻ്റെ സ്നേഹമുണ്ട്. എനിക്ക് യേശുവിനോടുള്ള സ്നേഹമുണ്ട്. ഇതാണ് കൊച്ചുരഹസ്യ പുണ്യവതി വേദപാരംഗതയാക്കിയത്. ഈ ചെറിയ കാര്യങ്ങളിലൂടെ വൻ കാര്യങ്ങൾ സാധിച്ചെടുത്ത കൊച്ചുരഹസ്യ പുണ്യവതി. എൻ്റെ ജീവിതത്തിൽ നമുക്കറിയാം,
നമ്മൾ വലിയ വൻ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ നേട്ടങ്ങൾ കൊയ്യണം. പക്ഷെ എല്ലാം തകർന്ന് തരിപ്പണമായി കഴിയുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നത്? ഏതെങ്കിലും ഒരു ധ്യാന സെന്ററിലേക്ക് ഓടിക്കയറി ചെല്ലും. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവിടെയുള്ള ധ്യാനഗുരു പറയും, ഒരു കൊച്ചു കാര്യം ചെയ്യാവോ, ഒരു കുഞ്ഞു കാര്യം ഇതിനോട് ചെയ്യാൻ പറയുന്നുള്ളൂ. എന്താ? ചെയ്തു പോയതിനെ കുറിച്ചൊന്ന് അനുദപിച്ചാൽ മതി. ചെയ്തു പോയ കാര്യങ്ങളെ കുറിച്ചൊന്ന് അനുദപിക്കുക, ഈശോയെ ഒന്ന് സ്നേഹിക്കുക. വേറൊന്നും ചെയ്യണ്ട. നിന്റെ ജീവിതത്തിലൂടെ, നിന്റെ പ്രവൃത്തിയിലൂടെ, നിന്റെ ജീവിതത്തിൽ നിനക്കിട്ടിരിക്കുന്ന അനുഗ്രഹങ്ങളിലൂടെ ഈശോയെ ഒന്ന് സ്നേഹിക്കാവോ? നിന്റെ ഹൃദയത്തെ ഒന്ന് കഴുകാവോ? ഒന്ന് കുമ്പസാരിക്കാവോ? ചെറിയ കാര്യങ്ങളാണ് ചോദിക്കുന്നത്. ഈ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈശോ അവരുടെ ജീവിതത്തിലേക്ക് കോടികൾ കടവുമായിട്ട് കടന്നു വരുന്ന അവരുടെ ജീവിതത്തിലേക്ക് നഷ്ടപ്പെട്ടു പോയ കോടികൾ ഈശോ വീണ്ടെടുത്തു കൊടുക്കുന്നതായി കാണാൻ സാധിക്കും. തകർന്നു പോയ കുടുംബങ്ങളെ ഈശോ രൂപപ്പെടുത്തി വീണ്ടും വലിയ അഭിഷേകത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത് കാണാൻ സാധിക്കും. ഇവൻ നെട്ടോട്ടം ഓടുക. എന്ത് ചെയ്യണം? ആരിന് കടം വാങ്ങിക്കണം? ബ്ലേഡുകാരിന് കടം വാങ്ങിക്കണം. അവിടെ പോകും, ഇവിടെ പോകും. എല്ലാ പോകരുതാത്ത സ്ഥലത്ത്, സഭ പറയുന്ന പോകരുതാത്ത സ്ഥലത്ത് പോയി എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യും. രക്ഷയുണ്ടോ? ഇല്ല, വീണ്ടും തകർച്ചയാണ്. കുഞ്ഞു കാര്യം ചെയ്താൽ മതി. ഈശോ പറഞ്ഞ്, സ്വർഗസ്നായ പിതാവേ, അങ്ങ് ജ്ഞാനികളിൽ നിന്നും വിവേകികളിൽ നിന്നും മറച്ചു വെച്ച ആ കാര്യം ശിശുക്കൾക്ക് വെളിപ്പെടുത്തി ശിശുക്കളായി തീരണം. യേശുവേ, കേവലം ഒരു ശിശുവായി നിന്റെ മുമ്പിൽ നിൽക്കുവാൻ. സക്കേവൂസ് ഒരു ശിശുവായി മരത്തിന്റെ മുകളിൽ കയറിയിരുന്നു. സാധാരണ കുട്ടികളാ മരത്തിന് മുകളിൽ കയറുന്നത്. ഒരു ശിശുവായി ജീവിതത്തിന്റെ മരക്കൊമ്പിൽ കയറി നിന്ന് നിന്നെ ഒന്ന് കാണുവാനായിട്ടുള്ള എളിമയുടെ മനോഭാവം തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദിവികാരണത്തിൽ സന്നിധി ചെയ്യുന്ന ഈശോയുടെ മുമ്പാകെ ശിശുക്കളായി കുഞ്ഞു മനസ്സോടുകൂടി, യേശുവേ, നിന്റെ സാന്നിധ്യം മാത്രം മതി. യേശുവേ, ശിശുക്കൾ ആഗ്രഹിക്കുന്ന എന്താ? അപ്പൻ്റെ അമ്മയുടെ സാന്നിധ്യമല്ലേ? അല്ലേ? അപ്പൻ്റെ അമ്മയുടെ സാന്നിധ്യം ആഗ്രഹിക്കുന്നത്. കുഞ്ഞുങ്ങൾ വേറെ എന്തെങ്കിലും ആഗ്രഹിക്കാറുണ്ടോ? എൻ്റെ അമ്മ എൻ്റെ കൂടെ വേണം. അമ്മയുടെ സാന്നിധ്യത്തിൽ കുഞ്ഞ് പിടിച്ചു വലിച്ചു കൂടെ നടക്കും. കുറ്റിക്കാല് കെട്ടിയിട്ട ഡാമിനെ പോലെ അതൊന്നും മാറിയല്ല. യേശുവിൻ്റെ വസ്ത്രാഞ്ചലത്തിൽ തൊട്ടുകൊണ്ട് ആ വിശ്വാസത്തോട് ചേർന്ന് നിന്നുകൊണ്ട് രക്തസ്രാവക്കാരിയായ സ്ത്രീ യേശുവിനെ തൊട്ടനുഭവിച്ച ആ അത്ഭുതം എൻ്റെ യേശുവിൽ നിന്ന് മാറാൻ എനിക്ക് സാധിക്കുകയില്ല. എൻ്റെ യേശുവിൽ നിന്ന് ഒരു ശക്തി ഒഴുകുന്നുണ്ട്. ഈ ദിവ്യകാരുണ്യത്തിൽ നിന്ന് ഒരു വലിയൊരു ദിവ്യകാരുണ്യ സ്നേഹത്തിന്റെ വലിയൊരു അഭിഷേകം എന്നിലേക്ക് ഒഴുകപ്പെടുന്നുണ്ട്. സ്നേഹമുള്ളവരെ, ഈ സമയമെല്ലാം നിങ്ങളിലേക്ക് ഈ വലിയ ദിവ്യകാരുണ്യ സ്നേഹത്തിന്റെ അനുഭവമാണ്, വലിയ അഭിഷേകമാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ഹൃദയത്തെ ഇപ്പോൾ കഴുകി വെടിപ്പാക്കിക്കൊണ്ട് വചനത്തിലൂടെ ഈശോ നിങ്ങളെ കഴുകിക്കൊണ്ടിരിക്കുക. എമ്മാവൂസിലെ ശിഷ്യരെ കഴുകിയതുപോലെ.